Praise the Lord. Hallelujah. ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്നേഹത്തിലും പ്രയർ ഫാമിലിയായി ഞാൻ ഒരുമിച്ച് കർത്താവെ അങ്ങയുടെ പാദത്തിലേക്ക് അടുത്ത സുഖത്തിൽ വലിയ ദിവസങ്ങൾ കുടുംബമായി സഹായിച്ച വന്നുകൊടുക്കാമെന്നോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം പാലിന്റെ അമ്മ ആയിരങ്ങൾ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അനേക രോഗികളായി ദുരിതരായി തീർന്നപ്പോൾ അതിന്റെ മധ്യ കർത്താവ് ആവത്താന്തവും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാത്തിനും കർത്താവ് വിടിയിച്ച് സന്തോഷ ക്ഷേമത്തോടെ ആരോഗ്യത്തിൽ ബലത്തോടെ ഈ രാത്രികാലം കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്ന അവർക്ക് നമ്മോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം ആയുസോടെ ആരോഗ്യത്തിൽ ബലത്തോടെ 12 മണിക്കൂറെല്ലാം കർത്താവ് കണ്ണിനും അന്വേഷണം പ്രാണമാണ് കർത്താവ് കാത്തുപയോഗിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് ഞങ്ങൾ വഴി നടത്തുന്ന അവർക്ക് കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കുന്നു ദാനങ്ങളെ കൊണ്ട് ഓരോ ദിവസവും കർത്താവ് വഴി നടത്താൻ അവർക്ക് കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കുന്നു അനേക പ്രിയപ്പെട്ടവർ പരിചയപ്പെടുവാനും അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുവാൻ എല്ലാം കർത്താവ് ഈ ദിവസം സഹായിക്കുന്ന അവർക്ക് കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം നമ്മുടെ ഈ രാത്രിയുടെ വൈദ്യത്തിനോട് പ്രാർത്ഥന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പരിശുദ്ധനായ ദൈവമേ സുഖ്യം പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം സുഖമായ സിംഹാസന ഭൂമിയുടെ പാതകളാകെ അങ്ങോട്ട് പാതപ്പെടുത്തുന്ന അപ്പാ പിതാവേ വീണ്ടും ഒരു പ്രാവശ്യം നോക്കുക അല്ലെങ്കിൽ ആയുസ്വാര്യം ബലം നൽകുന്ന ഈ രാത്രികാല സ്നേഹത്തിലെ പ്രയർ ഫാമിലിയായി കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ പാതപുരത്തിലേക്ക് അടുത്തിരുന്ന സ്ഥലത്തിൽ വലിയനായ ദേവ കുടുംബമായ നിർത്തി അവർക്ക് തുറക്കാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു സ്തോത്രത്തിൽ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം അപ്പാടിയുടെ ദാനങ്ങൾ നൽകിയതിനാൽ കർത്താവ് സുഖിയാണ് കർത്താവ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് രാത്രിക്കാലം എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവിൻ്റെ സാക്ഷ്യം വയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന അവർക്ക് തുറക്കാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു സ്തോത്രം പാട്ട് പ്രാർത്ഥന ആരാധന എല്ലാം ഞങ്ങളുടെ വചന ശുശ്രൂഷ എല്ലാം അനേക കാര്യങ്ങൾ കൂടുതലായി തീരുക സൗഖ്യമായി തീരുക സന്തോഷമായി തീരുക ആമേ അവരെല്ലാ മേഖലകളും ഒരു പുത്തൻ തനത്തിന് കാരണമായി തീരുന്ന താവയുടെ ആഗ്രഹിക്കാത്ത പാട്ട് പ്രാർത്ഥന എല്ലാവർക്കും പറ്റുന്ന താവയുടെ ആക്രമണം പ്രാർത്ഥിക്കുന്നു പാപവും നിങ്ങളെ ശക്തിയും ബലപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു സ്ഥാനം കൂടി സഹായിക്കുന്നു
പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്ക് നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം. 12 മണിക്കൂർ കൊണ്ട് തിരുവായൂർ അമ്മ ലോകത്ത് മാറ്റപ്പെട്ടപ്പോ രോഗികളെതിരായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷിക്കാനായിട്ട് ബലത്തോടൊപ്പം ഈ രാത്രിക്കാരന്റെ കർത്താവ് ഉയർത്തുക. കർത്താവിന്റെ പാതകളിലായപ്പോൾ കർത്താവിടെ കുടുംബമായി സഹായിച്ച അവൻകുള്ളക്കായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം. പ്രിയപ്പെട്ട ലോകത്തിന് മോഹനത്തിൽ നശിക്കുമ്പോൾ പ്രിയപ്പെട്ട സമയങ്ങൾ കർത്താവാക്കി കളയുമ്പോൾ കർത്താവെ അതിന്റെ മധ്യ കർത്താവിന്റെ സാക്ഷ്യം പോയപ്പോൾ കർത്താവിന് ഇടയാക്കുന്ന അവൻകുള്ളക്കായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ എന്നെ കരുതുവാൻ കാക്കുക. പാലിപ്പാൻ യേശുവല്ല, മറ്റാരുമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നത് വൈദ്യുമാരുടെ പ്രഭുമാരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നല്ല. തിരുവനന്തപുരം വായിക്കുന്ന പോലെ ആമയെ സഹായിപ്പാൻ കഴിയുന്ന മനുഷ്യപുത്രരിലെ ആമയെ ഹല്ലേലൂയ ആശ്രയിക്കുന്ന എന്റെ കർത്താവിൽ ആശ്രയിപ്പാൻ ഈ രാത്രികാലം ആമയുടെ കുടുംബമായി സഹായിക്കാൻ അവൻ കുർബക്കാരനോട് സ്തുതിക്കുന്ന സ്തോത്രം. രോഗികൾക്ക് നല്ല വൈദ്യനായ ദൈവത്തിന്റെ അതിശയമാനക്കാലം ഈ രാത്രികാലം രോഗികൾ മേലവർക്ക് കാര്യം തൊട്ട് സൗഖ്യം വിടുതൽ ആശ്വാസവും എന്റെ അപ്പച്ചൻ കൽപ്പിക്കുമാറാണ് ോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരച്ചിലേൽപ്പിച്ച് പ്രാർത്ഥന. വിദേശത്തും സ്വദേശത്തും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരച്ചിലേൽപ്പിച്ച് പ്രാർത്ഥന. രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അപ്പൊ അങ്ങയുടെ പാദപുരത്തിലായിരിക്കുന്നല്ലോ കർത്താവെ. അത് കർത്താവെ അനുഗ്രഹമായി കർത്താവിടെ ഈ രാത്രിക്കാലം വചന ശുശ്രൂഷ കർത്താവ് ഏറ്റവും ദാസിനെ കർത്താവ് കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സംസാരിപ്പ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിലുള്ള വചന ശുശ്രൂഷ രോഗിയെ സൗഖ്യമാകുക. ആരുടെ പാവികൾ മടങ്ങി വരും, പിപ്പാറ്റക്കാർ മടങ്ങി വരും, പാവം മാനസാന്തരപ്പെടുക. ആമേ ഹല്ലേലൂയ. അനേക രോഗക്കിടക്കയിലായിരിക്കുന്നവരെ രോഗം കിടക്ക വിട്ട് എഴുന്നേൽപ്പാൻ കർത്താവെ രാത്രിക്കാരോട് ഇടയാക്കണമേ നമുക്കൊരു പ്രാർത്ഥന. ബന്ധമില്ലാത്ത വചന അനേക ഉള്ളത് ക്രിയ ചെയ്യുമാറാണല്ലോ. അത് ഹൃദയ ഹൃദയം തുടർന്ന് ദൈവം ഓരോളത്തെയും ഈ രാത്രികാലം കർത്താവയുടെ ഹൃദയങ്ങളോട് ആഴമയോടെയും സംസാരിക്കുകയും ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് രാത്രികാലത്ത് വചന ശുശ്രൂഷ അത് അനേക ആയിരങ്ങൾ കർത്താവെ വിടുതലായി തീരുക. ആമ ഇതുവരെ അനുഭവിക്കാത്ത സാന്നിധ്യം അനുഭവിക്കുക. ഓരോരുത്തരും അവിടെ ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ശക്തമായി എന്നെ കുറിച്ചിൽ മറിഞ്ഞ് സംസാരിക്കുക. എന്റെ ദാസിനെ അവിടെ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാകുന്നു ഞാൻ സകലത്തിൽ മതിയായ ദൈവം ഈ രാത്രികാലം കർത്താവെ നീ ശക്തി ബലപ്പെടുത്തുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഖഭാഷം കൂടാതെ ദൈവദൂതകൾ ദൈവാലോചന വിളിച്ചു പറയാ ദാസിനെ അവിടെ കരങ്ങൾക്ക് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം അവസരത്തിന് കൂടി സഹായിക്കണമേ. മാനമോഹത്തും പോയി എല്ലാം അപ്പച്ച് താഴ്ത്തിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധാനം. ആമേൻ. ഹല്ലേലൂയ. ആസ്വാദം വന്ന ശുശ്രൂഷയെ ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി ആമേൻ ഈ സ്നേഹതീരം പ്രയർസ് ഫാമിലിയുടെ പേജിലൂടെ സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിപ്പാൻ ആമേൻ കുഞ്ഞുങ്ങളോടൊപ്പം ആമേൻ പാടുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും നൽകി നിർത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആമേൻ ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. പകലിൻ്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുടെ വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിലും അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിയും അന്തനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം അതിൻ്റെ 20 വാക്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28 അധ്യായം അതിൻ്റെ 20 വാക്യം. ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ വിശ്വസ്തനാണോ? ക്രൈസ്തലോ ആ ചങ്കത്ത് കൈവച്ച് സ്വയമെന്ന് ചോദിച്ച് ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ആമേൻ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തനായിരുന്നു. ആമേൻ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആമേൻ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ മാതാവിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ ചുറ്റുപാടുമുള്ള
ഉള്ള ബന്ധത്തിൽ എത്രത്തോളം വിശ്വസ്തനായിരുന്നുവെന്ന് ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് എല്ലാവരും ആമേൻ ആത്മാവിൽ യാചരിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ലീലാമ ജോസ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും ആമേൻ തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും ഇടപെടേണ്ടതിനായിട്ട് ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, എല്ലാ നിലയിലും ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ലീലാമ ജോസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. Praise you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. Glory kabashantaraganas. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ, സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ, ഓൺലൈനിലൂടെ, കോൺഫറൻസ് കോളിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ഒരിക്കൽ കൂടെ ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മോട് സംസാരിപ്പാൻ ഇടയായിത്തീരും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ദൈവം ഒരുക്കി കൊടുത്തു. അതാണ് ഭൂമിയിലെ ഒന്നാമത്തെ വിവാഹം. അമേൻ. അതെ, വിവാഹവേദിയിൽ അമേൻ അപ്പനില്ലായിരുന്നു, അമ്മയില്ലായിരുന്നു. എന്നാൽ നിലത്തെ മണ്ണ് കൊണ്ട് അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ആമേൻ നിർത്തിയ മനുഷ്യന്റെ അപ്പനായി അമ്മയായി ദൈവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ അപ്പനായിട്ടും അമ്മയായിട്ടും ദൈവമായിട്ടും ഒക്കെ ആമേൻ അതെ അവിടെ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആമേൻ കുടുംബം എന്ന വ്യവസ്ഥയിലേക്ക് ചുവടുവെച്ച ആമേൻ അനുഗ്രഹീതരായ ആദാമും ഹവ്വയും ആമേൻ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഒന്ന്, ആമേൻ ദൈവത്തോട് അവർ വിശ്വസ്തരായിരിക്കണം. രണ്ട്, ആമേൻ ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കണം, ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തത കാണിക്കണം. ആമേൻ അവർക്കുണ്ടാകുന്ന മക്കൾ തന്റെ മാതാപിതാക്കളോട് വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ വ്യവസ്ഥ. എന്നാൽ ആമേൻ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുവാൻ അവരിൽ ആമേൻ അത് നുഴഞ്ഞു കയറിയ ദുഷ്ടപിശാച് അവരെ ആമേൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ഇന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിശ്വസ്തത കാണിക്കുന്നിടത്ത് ഇരുള് വാഴുകയാ. ഇരുളിൽ അകപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിക്കുന്നത് നിമിത്തം അവരുടെ തലമുറ ഇരുളിൽ അകപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മുടെ ചുറ്റുപാടും അനേക കുടുംബങ്ങൾ ഇരുളിൽ അകപ്പെട്ട് അവിശ്വസ്തത കാട്ടി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷാൽ വെളിച്ചമായ ക്രിസ്തു ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ആമേൻ മറിയയുടെ ഉദരത്തിലൂടെ യോസെഫിന്റെ അതേ മകനായി ആമേൻ അത് ജനിച്ചു. ആമേൻ മാനവരാശിക്ക് വെളിച്ചം നൽകുവാൻ, രക്ഷ നൽകുവാൻ, ഇന്ന് രാത്രി ആ രക്ഷപ്പെട്ട് ആ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. വിവാഹിതരാകുമ്പോൾ ആമേൻ ഉഭയസമ്മതത്തിലൂടെയോ അല്ലാതെ മറ്റേതെങ്കിലും ആമേൻ മാർഗത്തിലൂടെയോ ആമേൻ മാധ്യമത്തിലൂടെയൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായി ഭൂമിയിൽ ജീവിക്കുവാൻ ആമേൻ അവസരം ലഭിച്ചവരോട് ഇന്ന് രാത്രി ദൈവം പറയുന്നത്, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിശ്വസ്തത എവിടെ കാണിക്കുന്നുവോ അവരുടെ കുടുംബജീവിതം തകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒന്നാമത്തെ കുടുംബത്തിലുണ്ടായ അവിശ്വസ്തതയാണ് അവരും അവരുടെ തലമുറകളും ആമേൻ തുടർന്നുണ്ടായ ഭൂമിയിലെ ഓരോ കുടുംബങ്ങളും അത് നശിച്ചു പോകുവാൻ കാരണം. അതുകൊണ്ട് അവിശ്വസ്തരാകാതെ വിശ്വസ്തരായി ഇന്ന് രാത്രി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ചുറ്റുപാടും അവിശ്വസ്തത ആമേൻ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചു, അയ്യോ യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി എവിടെ നോക്കിയാലും അവിശ്വസ്തതയുള്ളൂ, എവിടെ നോക്കിയാലും അനീതിയുള്ളൂ, എവിടെ നോക്കിയാലും ന്യായരഹിതമായ കാര്യങ്ങളേ ഉള്ളൂ. ആമേൻ. അതെ, ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ ആമേൻ ജീവിതത്തിൽ അനുദിനം വീട്ടിന്റെ ആമേൻ പഠിക്കൽ കൊണ്ടുവരുന്ന മാധ്യമ പേപ്പറിനകത്ത് ന്യൂസ് ചാനലുകളിൽ ആമേൻ മീഡിയയിൽ നാം കാണുന്നില്ലേ, ഭാര്യ ഭർത്താക്കന്മാർ അവിശ്വസ്തത കാട്ടി തകർന്നു. ആമേൻ. മക്കൾ അവിശ്വസ്തത കാട്ടി തകർന്നു. മാനേജ്മെന്റ് അവിശ്വസ്തത കാട്ടി തകർന്നു. മന്ത്രി അവിശ്വസ്തത കാട്ടി തകർന്നു. നേതാക്കന്മാർ അവിശ്വസ്തത കാട്ടി തകർന്നു. എവിടെ അവിശ്വസ്തതയുണ്ടോ അവിടെയെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും നിന്റെ കുടുംബത്തിനകത്ത് അവിശ്വസ്തത നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അധികം വൈകാതെ നീയും തകർന്നു പോകുവാൻ സാധ്യതയുള്ള രോഗത്തിലായതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവം നിനക്കൊരു അവസരം നൽകുകയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസ്തനാണോ? ആമേൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്തുമാകട്ടെ, ആമേൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ, താങ്കൾ എത്രത്തോളം വിശ്വസ്തനാണ്? താങ്കൾ ഒരു ഹൗസ് വൈഫാണ്, താങ്കൾ എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ട്? താങ്കളുടെ ഭർത്താവിനോട്, താങ്കളുടെ ഭാര്യയോട്, താങ്കളുടെ മക്കളോട്, താങ്കളുടെ സ്ഥാപനത്തോട്, എന്തിന് താങ്കളോട് തന്നെ എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം ശരീരത്തോട് വിശ്വസ്തത പുലർത്താത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ശരീരത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ആമേൻ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ അറിവുള്ളവർ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചാൽ ദൈവം അവരെയും എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവനവന്റെ ശരീരത്തോട് വിശ്വസ്തത പുലർത്തേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് ഇന്ന് രാത്രി പറയുമ്പോൾ അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം വായിക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതും ഇന്ന് രാത്രി ചിന്തിക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടതുമായ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. ജ്ഞാനിയായ ശലോമോനാൽ രചിക്കപ്പെട്ട സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. ഹല്ലേലൂയ. നീ ഇന്ന് രാത്രി വിശ്വസ്തനാണോ? നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നീ അനുഗ്രഹ സമ്പൂർണനാകാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നിലുള്ള അവിശ്വസ്തത കൊണ്ട് ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ അനുഭവിപ്പാൻ നിനക്ക് കൃപ ലഭിച്ചിട്ടും അത് അനുഭവിക്കുവാൻ കഴിയാതെ ഇന്നും എവിടെയൊക്കെയോ നീ ആമേൻ ഒതുങ്ങിക്കിടക്കുന്നെങ്കിൽ, എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അവിശ്വസ്തതകളെ പുറത്താക്കി നിന്നെ വിശ്വസ്തനാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ആമേൻ ധനവാനാകാൻ വേണ്ടി ഹല്ലേലൂയ ആമേൻ നീ ബന്ധപ്പെടുന്നു എങ്കിൽ നിനക്ക് ശിക്ഷ വരാതെ ഇരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസ്തനായ മനുഷ്യൻ അനുഗ്രഹങ്ങളാൽ സമൃദ്ധിയുള്ളവനാകും എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ
നന്മയെ നിനക്കുള്ളതെങ്കിലും അതിൽ നീ വിശ്വസ്തത കാട്ടിയാൽ, അതിൽ നീ വിശ്വസ്തനായാൽ നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ഭർത്താവിന് ആരോഗ്യം കുറവാ, നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാ, നിനക്കുണ്ടായ മക്കള് നിന്റെ മക്കളല്ലേ സൗന്ദര്യം കുറവാ, അതുകൊണ്ട് നീ അവിശ്വസ്തത കാട്ടിയാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നീ നശിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നൽകിയ നല്ല ആരോഗ്യത്തിനായി സ്തോത്രം പറഞ്ഞാട്ട്, ദൈവം നൽകിയ നല്ല കുടുംബത്തിനായി സ്തോത്രം പറഞ്ഞാട്ട്, ദൈവം നൽകിയ എല്ലാ നല്ല സാഹചര്യങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ട്, ഒരു പക്ഷേ കഷ്ടതയ്ക്കകത്തായിരിക്കാം, സ്തോത്രം പറ. ഹല്ലേലൂയ. സൗന്ദര്യം അല്പം കുറവായിരിക്കാം, സ്തോത്രം പറ. അല്പം കൂടിയാലും സ്തോത്രം പറ. നീ അഹങ്കരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധനവാൻ ആകാൻ എന്ത് ചെയ്യരുത്? നീ ബന്ധപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രമക്കേട് നടക്കുന്നത് മുഴുവൻ എവിടെയാണെന്നറിയാമോ? ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാ, ധനപരമായിട്ടുള്ള വിഷയത്തിലാ. പ്രൈസ് ദി ലോർഡ്. കിളയ്ക്കാൻ വിളിച്ചാൽ അറിഞ്ഞ് കിളയ്ക്കണം, അല്ലേ? ഉഴപ്പി കളച്ചാൽ അതിന്റെ പേരാ അവിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഒരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലി കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ പേരാ അവിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാൽ നീ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതിന്റെ പേരാ അവിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വിളിച്ചെങ്കിൽ അവിടെ നീ ക്രമക്കേട് കാണിക്കുന്നത് അവിശ്വസ്തത. ഇന്ന് രാത്രി ഭാര്യ ഭർത്താക്കന്മാരായി മരണം വരെയും വിശ്വസ്തരായി, സുഖത്തിലും ദുഃഖത്തിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും വിശ്വസ്തരായി ജീവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ, ഇടക്കാലത്ത് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബം തകരും. പ്രൈസ് ദി ലോർഡ്. അതെ, അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഭർത്താവിന് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഭാര്യയോട് പറയുമ്പോ അല്പകാര്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കും. ബാക്കി സമയമൊക്കെ ഭർത്താവിന്റെ മേലെ കയറി ഇരുന്ന് ഭരിക്കാൻ നോക്കും. അതിന്റെ പേരാ അവിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ പൂർണ്ണൻ, അനുഗ്രഹ സമ്പൂർണ്ണൻ. ഭാര്യമാരായിരിക്കുന്നവർ അവരവരുടെ ജീവിതത്തിൽ വിശ്വസ്തരാകേണ്ട മേഖല ഏതൊക്കെയാ? അടുക്കളയിൽ നീ വിശ്വസ്തത കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുക്കളയിൽ കയറിയിട്ട് പണ്ടാരം ഇടങ്ങാറെന്നും പറഞ്ഞ് പാത്രം എടുത്ത് തല്ലിപ്പൊളിച്ചിട്ട് പാത്രം പൊട്ടി മേടിച്ചോണ്ട് വന്ന് പറയുന്നത് അവിശ്വസ്തതയാ. ഗ്യാസ് തുറന്നു വിട്ട് വേഗം തീർത്തിട്ട് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കാത്തതെന്ന് പറയുന്നത് അവിശ്വസ്തതയാ. അതെ, നേരത്തും കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ അവിശ്വസ്തത കാട്ടിയിട്ട് കുടുംബത്തെ അലൗഹ്യമുണ്ടാക്കുന്ന ദുഷ്ടപിശാചിന്റെ ഏജന്റായി മാറി ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ സ്വസ്ഥത കൊടുക്കാതെ കുടുംബത്തിനകത്ത് അസ്വസ്ഥത ഉളവാക്കുന്ന പൈശാചികൾ നിന്റെ അകത്ത് കയറി നിന്നെ കൊണ്ട് അവിശ്വസ്തത കാട്ടി ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുവാൻ കഴിയാതെ നിന്നെ രോഗിയാക്കി കിടത്തിയിരിക്കുന്ന ദുഷ്ടപിശാചി നിന്നെ വിട്ട് മാറണമെങ്കിൽ നീ വിശ്വസ്തത പുലർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിശ്വസ്തത കൊണ്ട് പലരും രോഗിയായി കൊണ്ടിരിക്കുകയാ. അവിശ്വസ്തത കൊണ്ട് പലരും നശിച്ചു കൊണ്ടിരിക്കുകയാ. വചനം പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാകും. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യത്തിൽ നീ സമ്പൂർണനായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അതെ, ആത്മീയത്തിൽ നീ സമ്പൂർണനായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അതെ, ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ഭൗതികമായും നീ സമ്പൂർണനാകണമെങ്കിൽ നീ എന്തു ചെയ്യണം? വിശ്വസ്തത കാണിക്കണം. ഹല്ലേലൂയ. ഈ കരം ആരോഗ്യമുണ്ടെങ്കിൽ ഈ കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ വചനം പറയുമ്പോ നീ അതിവിശ്വസ്തത കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ചേന ആട്ടാനുള്ളതല്ല ഈ കൈ. പ്രൈസ് ദി ലോർഡ്. ചിലർ ആരാധിക്കാൻ വേണ്ടി ഇരുന്നാൽ എന്താ ചെയ്യാന്ന് അറിയാമോ? ചൂടല്ലേ, ഉഷ്ണമല്ലേ, അതുകൊണ്ട് പുസ്തകം എടുത്ത് വിശറി കൊണ്ട് കാറ്റ് വരുത്താൻ ആരാധിക്കുന്നതാ. അടുത്തിരിക്കുന്നവര് അതെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പറയുമ്പോ സൂത്രം പറഞ്ഞിരിക്കുന്നവരല്ല വിശ്വസ്തര്. ആത്മാർത്ഥമായി ആത്മനിയോഗത്തോടെ നശിക്കുന്നവർക്ക് വേണ്ടി ഇട്ടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് നീ എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, മാനസാന്തരപ്പെടുവാനുള്ള സത്യ സുവിശേഷം പ്രസംഗിക്കുവാൻ നിന്നെ ദൈവം ഏൽപ്പിച്ചിട്ട് മുഖസ്തുതി പറഞ്ഞ് ഹല്ലേലൂയ അതെ മുഖപക്ഷം നോക്കി അതെ വചനം വളച്ചൊടിച്ച് പ്രസംഗിക്കുന്ന എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ട്. ഇന്ന് രാത്രി മുഖം നോക്കാതെ
ആകാശം മാറിയാലും ഭൂമി മാറിയാലും വിളിച്ചു പറഞ്ഞ ആത്മാക്കളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം വിളിച്ചു പറയുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ മുഖസ്തുതി നോക്കാതെ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായാൽ വിശ്വസ്തനായ ദൈവം നിന്നെ അനുഗ്രഹ സമ്പൂർണനാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. ധനവാനാകേണ്ടതിന് വേണ്ടി നീ പ്രസംഗിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ധനവാനാകേണ്ടതിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. ധനവാനാകേണ്ടതിന് വേണ്ടി നീ ഒന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രമക്കേട് നടക്കുന്നത് ധനപരമായ കാര്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് അതിരുകൾ വിസ്താരമാക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ അവിശ്വസ്തത കൊണ്ടാ. നിന്റെ കയ്യിൽ 10 രൂപ കിട്ടിയാൽ ആ 10 രൂപ നീ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിനക്ക് ദൈവം ശരീരത്തിന് ആരോഗ്യം തന്നാൽ ഈ ശരീരം കൊണ്ട് നീ വിശ്വസ്തയോടെ ദൈവത്തെ സ്തുതിക്കുമോ എന്ന്, ദൈവത്തെ ആരാധിക്കുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, ദൈവം നിനക്ക് നല്ല ഒരു സാഹചര്യം തന്നാൽ നീ ആ സാഹചര്യത്തിൽ വിശ്വസ്തനായിരിക്കുമോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അവിശ്വസ്തന്മാരെ അല്ല ദൈവം തന്റെ ദൗത്യം ഏൽപ്പിക്കുന്നത്, വിശ്വസ്തന്മാരെയാ. ഹല്ലേലൂയ. അപ്പൊ ചെറിയ കാര്യത്തിൽ അവിശ്വസ്തത കാട്ടിയാൽ, ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നോട് ആമേൻ ആത്മാവ് ഹേമിപ്പിച്ചിട്ട് നീ ചുരുണ്ട് കിടന്നുറങ്ങിയാൽ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, ഏൽപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആമേൻ. അത് ചെയ്യാൻ നിനക്ക് മടിയാണെങ്കിൽ പിന്നെ ആത്മാവിൽ എഴുതപ്പെട്ട വചനം നീ എങ്ങനെ വായിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നിനക്ക് അധികാരം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നീ വിശ്വസ്തത കാണിക്കേണ്ടത് ആരോടാ? നമ്പർ 1 ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, കണ്ണുകടിയുള്ളവൻ ധനവാനാകാൻ ബന്ധപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതല്ല. ആമേൻ. അതെ, 28-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. കണ്ടോ? ആമേൻ പറയത്തില്ല, സ്വത്രം പറയത്തില്ല. ഈ കണ്ണുകടി ആമേൻ ഒരുത്തൻ നന്നാകുന്നത് കണ്ടുകൂടാ. അതിന്റെ പേരാ കണ്ണുകടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകടി ഉള്ളവൻ എന്ത് ചെയ്യാൻ ബന്ധപ്പെടുന്നു? ധനവാനാകാൻ ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. അയൽവക്കത്തെ ആമേൻ കൊച്ചപ്പനായാലും ശരി, അനന്തരവനായാലും ശരി, അളിയനായാലും ശരി, അപ്പാപ്പനായാലും ശരി, ഇച്ചിരി പച്ച പിടിച്ചെന്ന് കണ്ടാൽ ഒട്ടനെ ചിന്തിക്കും, അവൻ എവിടുന്നോ കോളൊത്തിട്ടുണ്ട്. ആമേൻ. ഒന്നെങ്കിൽ അവനിട്ട് 2 പണിയണം, അല്ലെങ്കിൽ അവനെക്കാട്ടിലും ഇച്ചിരിയും കൂടെ സമ്പാദിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊന്നിട്ടാണെങ്കിലും ആമേൻ തള്ളിയിട്ടാണെങ്കിലും അന്യായം കാണിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? പ്രൈസല്ലോ. ഹല്ലേലൂയ. എല്ലാം നല്ലതാ. ആമേൻ. അവനെക്കാട്ടിലും കുറച്ചും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആരാന്നറിയാമോ? കണ്ണുകടിയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല. ആമേൻ. കണ്ണുകടിയുള്ളവൻ ധനവാനാകാൻ എന്ത് ചെയ്യുന്നു? ബന്ധപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴാ മുറ്റത്ത് ആമേൻ ലക്ഷങ്ങളുടെ കാറും കൊണ്ട് ആമേൻ മരുമകൻ വന്നിരിക്കുന്നത് കണ്ടത്. അവൻ്റെ മരുമകൻ ലക്ഷങ്ങളുടെ കാറും കൊണ്ട് വന്നെങ്കിൽ എൻ്റെ മരുമകന് അതിനപ്പുറം വേണം. ഉടനെ മോളെ വിളിക്കും, ഡേ അതേ അപ്പുറത്തെ അവർ വന്നപ്പോൾ ഇന്ന വണ്ടിയും കൊണ്ടാണ് വന്നേ, അതുകൊണ്ട് അവനോട് പറഞ്ഞേര് ആമേൻ ഇനി വരികയാണെങ്കിൽ ഇതിനെക്കാട്ടിലും വലുതും കൊണ്ടേ വരാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ ആമേൻ എന്നെ അടുത്ത് സ്നേഹിക്കുന്ന ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാ. ആമേൻ. ആമേൻ അതെ മനുഷ്യൻ ഹല്ലേലൂയ അതെ പെണ്ണ് കാണാൻ വേണ്ടി ആമേൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആമേൻ അത് ഏറ്റവും ആമേൻ വിലപിടിപ്പുള്ള ആമേൻ ഒരു മനോഹരമായ ആമേൻ കാറും കൊണ്ടാണ് ചെന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വീട്ടിലെ അടുത്ത ആമേൻ അതെ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ആമേൻ ഒരു ചെറുക്കൻ വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ മോളെ കാണാൻ വന്നത് ഇങ്ങനെ ഏറ്റവും വിലയുള്ള ഒരു വണ്ടിയും കൊണ്ടാണ് വന്നേ, അതുകൊണ്ട് അതിനെക്കാട്ടിലും വലിയ വിലയുള്ള ഒരു വണ്ടിയും കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, പെണ്ണ് കാണാൻ വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ചെറുക്കൻ രാത്രി മുഴുവനും ആലോചിച്ചു, ആമേൻ അതിനെക്കാട്ടിലുമൊക്കെ വിലയുള്ള ഒരു വണ്ടി ഏതായിരിക്കും? സ്തോത്രം. അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ച് സുഖമായി കിടന്നുറങ്ങി. എന്നിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് അദ്ദേഹം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി.
എന്നിട്ട് ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറി. ആമേൻ. എന്നിട്ട് നേരെ പെണ്ണ് കാണാൻ വേണ്ടി ചെന്ന് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി ചെന്ന വീട്ടുകാർ ചോദിച്ചു, മോനെ എന്ത് വണ്ടിയല്ല വന്നേ? ആമേൻ. അതെ, ഏറ്റവും വിലയുള്ള വണ്ടിയും കൊണ്ടാണ് ഞാൻ വന്നേ. പക്ഷേ നിങ്ങളുടെ മുറ്റത്തിടാൻ അതിന് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ടൗണിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും നീളം കൂടിയ ഏറ്റവും വിലയുള്ള ഒരു ട്രെയിനും കൊണ്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി എന്ത് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ധനവാനാകാൻ എന്ത് ചെയ്തത്? പണിപ്പണെടുത്തത്. ആമേൻ. നോക്കണമേ, കണ്ണുകടി ഉള്ളവൻ ധനവാനാകാൻ എന്ത് ചെയ്യുന്നു? ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ ബന്ധപ്പെട്ട് ആമേൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ കണ്ണുകടി ഉള്ളവരെ പോലെ ബന്ധപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ധനവാനാകാൻ വേണ്ടി കണ്ണുകടി ഉള്ളവൻ ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് വരുമെന്ന് അവൻ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നതുമില്ല. അതുകൊണ്ട് ദൈവമക്കളെ, അങ്ങനെ അറിവില്ലാത്തവരാകരുത്. ആമേൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ധനപരമായ കാര്യത്തിൽ ഇന്ന് രാത്രി വിശ്വസ്തരായിട്ട് എത്ര പേര് ജീവിക്കുന്നുണ്ടെന്ന് ആ തലേ കൈവച്ച് ഒരു പ്രവാചകൻ വന്ന് പ്രവചിക്കുന്നില്ല. ഇന്ന് രാത്രി നീ തന്നെ പ്രവചിക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവം എനിക്ക് തരുന്ന ധനപരമായ കാര്യത്തിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തരാണ്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആരോഗ്യപരമായ കാര്യത്തിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തരാണ്? പ്രൈസ് ദി ലോർഡ്. കണ്ണുകടി ഉള്ളവര് ആമേൻ ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞ് കുടഞ്ഞു കളഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് 20:21 എഴുതിയിരിക്കുന്നത്, ഒരവകാശം ആദിയിൽ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? കൈവശമാക്കാം. അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരവകാശം എന്ത് ചെയ്യാം? ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കയില്ല. ആമേൻ. ആ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞതുപോലെ ക്രമക്കേടൊക്കെ കണിച്ച് നേരെ ചൊവ്വെ ജീവിക്കുന്നവരുടെ ആമേൻ അതെ നന്മയൊക്കെ അപീകരിച്ച് തട്ടിപ്പറിച്ച് ആമേൻ ഒരു പരിധി വരെയൊക്കെ ആമേൻ നല്ലവനാണെന്ന് ആമേൻ ചമഞ്ഞ് എന്ത് ചെയ്യാം? ഇരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ആമേൻ ജീവിതത്തിൽ മര്യാദയ്ക്ക് അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരവകാശം ആദിയിൽ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും? കൈവശമാക്കാൻ പറ്റും. ആമേൻ. എവിടെയെങ്കിലും ജോലി സ്ഥലത്ത് ക്രമക്കേടൊക്കെ കാണിച്ച് കയറി പറ്റും. പക്ഷെ വിശ്വസ്തനായ ദൈവം ഇന്ന് രാത്രി നിന്നോട് കണക്ക് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവസാനം നീ എന്ത് ചെയ്യത്തില്ല? അനുഗ്രഹിക്കപ്പെട്ടിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 23-ാം അധ്യായം 4-ാം വാക്യം എന്താ വായിക്കുന്നത്? വേഗം വായിച്ചേ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ ആമേൻ സദൃശവാക്യം 23:4. പ്രൈസ് ദി ലോർഡ്. ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? ഇന്ന് അനേകർ പണിപ്പെടുന്നത് എന്തിനാ? ഇതിനു വേണ്ടിയല്ലേ ഉപവസിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഉപവസിക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പിണങ്ങരുത്. ആമേൻ. ഞാൻ ലോക രാജ്യങ്ങളിൽ 10ഓളം രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ സന്ദേശം ശ്രവിക്കും. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ആമേൻ എല്ലാവരും പറയും ഇത് ചുമ്മാ പറയുക. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ 10 രാജ്യങ്ങളിലുള്ള വ്യക്തികൾ ആമേൻ അനുദിനം ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് എനിക്ക് റിപ്ലൈ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആമേൻ 10 രാജ്യങ്ങളിലുള്ളവരോടാ, കേവലം ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരോടല്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ലോക രാജ്യങ്ങളിൽ അതേ വിശുദ്ധിക്ക് വേണ്ടി വേർപാടിനു വേണ്ടി ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ന് രാത്രി ആമേൻ ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും സത്യവേദ പുസ്തകം കയ്യിലെടുത്ത് പണിപ്പെടുകയാണ് പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ. യൂട്യൂബിലും ആമേൻ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത് ലൈക്കും കമന്റും കിട്ടി അതിലൂടെ USA ഡോളർ ആമേൻ വരുത്തിക്കാൻ വേണ്ടി അത് പണിപ്പെടുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയമുള്ളവരെ, ലൈക്കടിയും കമന്റടിക്കും വേണ്ടിയിട്ടല്ല ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ഈ സന്ദേശം വിളിച്ചു പറയുന്നത്. ആത്മഹത്യയുടെ വാക്കിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ
അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഉലകത്തിൽ ദൈവവചനത്തിന് മാത്രമേ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഒരു പാപി മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം അത് ഹല്ലേലൂയ ദൈവശക്തിയായി അത് വെളിപ്പെടുന്ന ഈ സത്യ സുവിശേഷം ഈ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ അത് വിളിച്ചു പറയുവാൻ ദൈവം നൽകിയ അവസരം നഷ്ടമാക്കാതെ ആമേൻ അതേ ശബ്ദത്തിന്റെ ഗാംഭീര്യത കൊണ്ടോ അതേ പാണ്ഡിത്യം കൊണ്ടോ കഴിവുകൾ കൊണ്ടോ മികവുകൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവം നൽകുന്ന കൃപയ്ക്കും ദൈവം നൽകുന്ന അതേ നിയോഗത്തിനും അനുസരിച്ച് അതേ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ധനവാനാകേണ്ടതിന് എന്ത് ചെയ്യരുത്? പണിപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനായുള്ള ബുദ്ധി വിട്ടുകളക. അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ കണ്ടു. ചിലര് ബന്ധപ്പെടുകയാ എന്തിനു വേണ്ടി? ധനവാനാകാൻ. സത്യവേദ പുസ്തകം എടുത്ത് വളച്ചൊടിച്ച് പ്രസംഗിച്ച് അവൻ അവിശ്വസ്തത കാട്ടി അവൻ അനേകര് പണിപ്പെടുന്നത് കണ്ടിട്ട് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അഭിഷക്തനെ കൊണ്ട് എഴുതിപ്പിച്ചു, ധനവാനാകേണ്ടതിന് നീ പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. പ്രൈസ് ദി ലോർഡ്. 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ ഹല്ലേലൂയ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കിരയായി തീരുകയും ചെയ്യുന്നു. ആമേൻ. ദൈവാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യകാലത്ത് ഇറങ്ങി തിരിച്ച് ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. ആമേൻ. ഇതൊക്കെ പഴയ അപ്പച്ചന്മാരൊക്കെ പാടി ആമേൻ ആരാധിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത് ശക്തിയോടെ വേല തികച്ച് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ ഇന്നത്തെ തലമുറ എന്താനന്ദം, എനിക്കെന്താനന്ദം, എൻ്റെ യേശുവിൻ കൂടെയുള്ള വാസം, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത കാലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ആമേൻ. അതെ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറിയിടുവിൻ. പ്രൈസ് ദി ലോർഡ്. ധനവാനാകാൻ എന്ത് ചെയ്യരുത്? ബന്ധപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. ആമേൻ. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ എന്ത് ചെയ്യും? തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്തു വേലക്കാരുടെ കൂലി നിങ്ങൾ എന്ത് ചെയ്തു? പിടിച്ചു വെച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പോഷിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ ലൈവിൽ അതിൻ്റെ അങ്ങേ അറ്റത്തിരുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് കേട്ടിരിക്കുന്ന താങ്കൾ ഒരു ധനപരമായ കാര്യത്തിൽ എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നുണ്ടെന്നുള്ളത് താങ്കളോട് തന്നെ ചോദിച്ചിട്ട് ആമേൻ ക്രമക്കേടുണ്ടെങ്കിൽ ആമേൻ ദൈവം മുമ്പാകെ ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ എല്ലാം എന്ത് ചെയ്തോളാം? കൊടുത്തോളാം. ഹല്ലേലൂയ. നീ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ആമേൻ. സമ്പാദിച്ച് ആമേൻ അതേ ക്രമക്കേട് എവിടെയെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ നീ വിശ്വസ്തത കാണിക്കാതെ ആമേൻ ദൈവനാമത്തിനു വേണ്ടി നീ കൊടുക്കേണ്ടതെടുത്ത് നിന്റെ കാര്യത്തിന് വേണ്ടി നീ ചെലവഴിച്ചാൽ അതിൻ്റെ പേര് അവിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവം നിനക്ക് നൽകുന്ന ആരോഗ്യം, ദൈവം നിനക്ക് നൽകുന്ന നന്മ, ദൈവം നിനക്ക് നൽകുന്ന സമയം, ഇതിലെല്ലാം നീ വിശ്വസ്തത പുലർത്തണം. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ വിശ്വസ്തരായിരിക്കാൻ വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ അംഗമായിരിക്കുന്ന താങ്കളെ ഇന്ന് രാത്രി ദൈവം
ദൈവം വിളിക്കുകയാ. എന്തിനു വേണ്ടിയാ? വിശ്വസ്തനായിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത ദൈവത്തോടും അവന്റെ വചനത്തോടും ആമേൻ പ്രതിജ്ഞാബദ്ധമാണ്. ഹല്ലേലൂയ. ആമേൻ. നാം പ്രതിജ്ഞ ആമേൻ അതേ ബദ്ധന ആയിരിക്കേണ്ട മേഖല ഏതെന്ന് ചോദിച്ചാൽ, ഒന്ന് ദൈവത്തോട്, രണ്ട് അവന്റെ വചനത്തോട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് വിശ്വസ്തത ആമേൻ പുലർത്താൻ പഠിക്കുന്നത് അവന്റെ അനുഗ്രഹങ്ങളിൽ അതേ പെരുകുന്നതിന്റെ തുടക്കമാണ്. ആമേൻ. അനുഗ്രഹം നമ്മളിൽ വർദ്ധിക്കുവാനുള്ള ആമേൻ അതേ തുടക്കം എന്താണ്? ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ പഠിക്കുന്നതാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർദ്ധിക്കണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശുശ്രൂഷ വർദ്ധിക്കണോ? നിങ്ങളുടെ അതിരുകൾ വിശാലമാകണമോ? നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവ മുമ്പാകെ വിശ്വസ്തരായിരിക്കണം. ഉറങ്ങി തീർക്കുന്നവരുണ്ട് ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര ആത്മാർത്ഥത ആരോടാണെന്നറിയാമോ? പിശാചിനോടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ആമേൻ. പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. ആമേൻ. അങ്ങനെ ഉറങ്ങി മടിയാ. നീ ഉറുമ്പിനെ നോക്കി എന്ത് ചെയ്യും? ബുദ്ധി പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ശുശ്രൂഷയാണെങ്കിൽ ശുശ്രൂഷ ചെയ്യും. ആമേൻ. നീ ആമേൻ മറ്റ് എന്തെങ്കിലും ജോലിയാണെങ്കിൽ ആ ജോലി നീ ചെയ്യും. നീ ശുശ്രൂഷയിൽ വിശ്വസ്തത കാണിക്കുക. നീ പ്രാർത്ഥനയിൽ വിശ്വസ്തത കാണിക്കുക. നീ ആത്മീയ ശുശ്രൂഷയിൽ വിശ്വസ്തത കാണിക്കുക. നീ ഭൗതിക കാര്യത്തിൽ വിശ്വസ്തത കാണിക്കുക. നീ നിന്റെ കുടുംബത്തിൽ വിശ്വസ്തത കാണിക്കുക. നീ നിന്നോട് തന്നെ വിശ്വസ്തത കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഗോത്ര പിതാക്കന്മാരായ നോഹ, ആമേൻ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ് തുടങ്ങിയവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനിപ്പം ഞങ്ങൾ എന്തോ വേണം പാസ്റ്റർ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ. ആമേൻ. അവരൊക്കെ വിശ്വസ്തരായിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് വിശ്വസ്തതയ്ക്ക് പ്രതിഫലം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസ്തതയോടെ ജീവിച്ചാൽ നിനക്കും ആ ദൈവം പ്രതിഫലം തരാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് വിശ്വസ്തതയുടെ പ്രതിഫലം നൽകുന്നവൻ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം എബ്രായ ലേഖനം 11-ാം അധ്യായം 7 മുതൽ 32 വരെ. എൻ്റെ ദൈവദാസനെ, ഇന്ന് രാത്രി ഇത് മുഴുവനും വായിച്ചിരുന്നാൽ സമയം പോകുമല്ലോ. അതുകൊണ്ട് എല്ലാം വായിക്കേണ്ട. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങൾ വീട്ടിലിരുന്ന് 11-ാം അധ്യായം 7 മുതൽ 32 വരെ അങ്ങ് വായിക്കണം കേട്ടോ. എന്നാൽ അതിനകത്തു നിന്ന് ആമേൻ കമ്പി വാചകം പോലെ 1, 2, 3 വേദഭാഗങ്ങൾ ദൈവാത്മാവ് പറയാനായിട്ട് ഹേമിപ്പിച്ചത് ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞ് കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷമുള്ളവർ, വിശ്വസ്തരാകുവാൻ ആഗ്രഹിക്കുന്നവർ, അതേ നാം വായിച്ച വാക്യം എന്താണ്? വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ അനുഗ്രഹ സമ്പൂർണനാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നീ വിശ്വസ്തത കാണിക്കുക. നീ വിശ്വസ്തരായിരിക്കുക. ഇന്ന് രാത്രി ബൈബിൾ വായിക്കാൻ എത്ര പേര് വിശ്വസ്തത കാണിക്കും? അതെ, 11-ാം അധ്യായം 7 മുതൽ 32 വരെ വായിക്കാൻ പറഞ്ഞാൽ, അയ്യോ അങ്ങേർക്ക് പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് അങ്ങേര് ചുമ്മാതെ പറയല്ലേ. നീ അവിശ്വസ്തത കാണിച്ചാൽ നീ അനുഗ്രഹ സമ്പൂർണനാകത്തില്ല. നീ വിശ്വസ്തത കാട്ടിയാൽ നീ അനുഗ്രഹ സമ്പൂർണനാകും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ആമേൻ. 11-ാം അധ്യായം 7-ാം വാക്യം. മതി. വിശ്വാസത്താൽ നോഹ. ആമേൻ. ഇന്ന് രാത്രി വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്പർ 1 നോഹ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് ആമേൻ അരുളപ്പാടുണ്ടായിട്ട് എന്ത് ചെയ്തു? ഭയഭക്തി പൂണ്ടു. ഇന്ന് രാത്രി ആമേൻ ഇന്ന് വരെ നീ കേൾക്കാത്ത നിലയിൽ, ഇന്ന് വരെ നീ കാണാത്ത നിലയിൽ, ആമേൻ ഇന്ന് വരെ നീ അറിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. അതിനു മുമ്പ് നീ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നീ ചെയ്യാൻ വിശ്വസ്തത കാട്ടിയാൽ മാത്രമേ നീ പറയുന്നത് പോലെ സംഭവിക്കുമ്പോൾ അതിനകത്ത് ആമേൻ ദൈവമഹത്വം വെളിപ്പെട്ട് ആമേൻ നിന്നിലൂടെ ദൈവനാമം മഹിമപ്പെടുകയുള്ളൂ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്, ആരാ അരുളപ്പാട് കൊടുത്തത്? അവൻ ഈ ഭൂമിയിൽ ജനിക്കാൻ
ജീവിക്കാൻ അവസരം കൊടുത്ത സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. അവന്റെ സമപ്രായത്തിലുള്ളവരെല്ലാം ക്രമക്കേട് കാണിച്ച് അവിശ്വസ്തത കാട്ടി ആമേൻ നീതിയില്ലാത്തവരായി ലോകത്തിൽ ആമേൻ അതിക്രമങ്ങളിൽ അകപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത ദൈവത്തിന്റെ മുമ്പിൽ നീതിമാനായി ജീവിക്കുവാൻ സ്വയം സമർപ്പിക്കപ്പെട്ട നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. കൃപ ലഭിച്ച നോഹ വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ ഭയം ഉണ്ടോ? ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ മാത്രമേ അവനെ അനുസരിക്കത്തുള്ളൂ. അവനോട് അവിശ്വസ്തത കാണിക്കാതെ വിശ്വസ്തനായ ദൈവത്തിന്റെ മുമ്പിൽ ദൈവം ഏൽപ്പിക്കുന്നത്, ദൈവം പറയുന്നത് അത് ചെയ്യുവാൻ തയ്യാറാകത്തുള്ളൂ. അക്കാലത്ത് സമപ്രായത്തിലുള്ളവര് അനുസരണക്കേട് കാണിച്ച് ഇരുളിൽ അകപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് സമകാലിക സംഭവങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ നീതിമാനായ ദൈവത്തെ അനുഗമിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്ത ദൈവം ഇന്ന് രാത്രി നീതിക്ക് വേണ്ടി അത് നിൽക്കുന്ന ദൈവ പൈതലേ, ആർക്കും ലഭിക്കാത്ത ദൈവകൃപ നീതിയോടെ ജീവിക്കുവാൻ അത് സമർപ്പിക്കപ്പെടുന്ന നിന്റെ മേൽ പകർന്ന് നിന്നിലൂടെ ദേശത്ത് വരാൻ പോകുന്ന ന്യായവിധിയെ അത് വിളിച്ചു പറയുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കും. ദൈവം നിന്നെ ബലപ്പെടുത്തും. വരുവാൻ പോകുന്ന ദൈവിക ന്യായവിധിക്കകത്ത് നിന്ന് ചിലരെ രക്ഷിപ്പാൻ രക്ഷയുടെ ദൂതുമായി പട്ടണത്തിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക് നിന്നെ അയക്കുവാൻ കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നീ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറെങ്കിൽ നിന്നിലൂടെ ദേശത്ത് മഹിമാന്റെ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് തൻ്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ആമേൻ. സ്വന്തം കുടുംബം നശിച്ചാലും കുഴപ്പമില്ല, സ്വന്തം മക്കൾ നശിച്ചാലും കുഴപ്പമില്ല, ആമേൻ, സ്വന്തം ആരോഗ്യം പോയാലും കുഴപ്പമില്ല. നാട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിയുന്നവരുണ്ട്, പെട്ടകം തീർക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ഉപവസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവന്റെ ബന്ധനം അഴിക്കുവാൻ, മറ്റുള്ളവന്റെ ആമേൻ ക്രമക്കേട് മാറ്റുവാൻ, മറ്റുള്ളവന്റെ അനുഗ്രഹത്തിനു വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. ഇന്ന് രാത്രി സ്വന്തം കുടുംബത്തിലുള്ളവരെങ്കിലും ആമേൻ രക്ഷിക്കപ്പെടണമെന്ന് അതേ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാൻ ഉണ്ടെങ്കിൽ നിശ്ചയമായും അതേ അബ്രഹാമിന്റെ സഹോദരനായ ലോത്തിനെ ആ ഗോമോറയ്ക്കകത്ത് അകപ്പെടുവാൻ അനുവദിക്കാതെ വിടുവിച്ചതുപോലെ അത് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന നിമിത്തം സ്വർഗം ചിലരെ വിടുവിക്കുമെന്ന് പറയുന്നു. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അമ്മേൻ. നോക്കണമേ, രക്ഷയ്ക്കായ ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശമായി തീർന്നു. ഹല്ലേലൂയ. അവൻ നീതിയുടെ ചില അവകാശങ്ങൾ നിനക്ക് വേണ്ടി ലഭിക്കണമെങ്കിൽ നമ്പർ 1 നീ വിശ്വസ്തനായിരിക്കണം. ഒന്ന്, നോഹ ദൈവം മുമ്പാകെ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനോട് പറഞ്ഞത് ഹല്ലേലൂയ, പാപത്തിനെതിരെയുള്ള ദൈവ കോപത്തിൽ നിന്നുള്ള വിടുതലും അഭയവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം നോഹ എന്ത് ചെയ്യാണ്? വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9 മുതൽ 7-ാം അധ്യായം 5 വരെയുള്ള വാക്യം. എൻ്റെ ദൈവമേ, ഈ ദൈവദാസൻ ഇന്ന് ഇതൊക്കെ വായിച്ച് എപ്പോൾ തീർക്കാനാ? സോറി, വായിപ്പിക്കുന്നില്ല. വേണമെങ്കിൽ വിശ്വസ്തയോടെ എടുത്ത് വായിച്ചോണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 9 മുതൽ 7-5 വരെ നിങ്ങൾ പിന്നീട് വീട്ടിലിരുന്ന് വായിക്കുക. ആമേൻ. എന്നാൽ ഹല്ലേലൂയ, അനന്തരം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം, ആമേൻ, 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. 6-ന്റെ 9 മുതൽ 7-ന്റെ 5 വരെയാണ് വായിക്കേണ്ടത്. സമയത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി 7-ാം അധ്യായം 1 മുതൽ 5 വരെ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം ആമേൻ 1 മുതൽ 5 വരെ. 6-ന്റെ 1 മുതൽ 6-ന്റെ 9 മുതൽ 7-ന്റെ 5 വരെയാണ് വായിക്കേണ്ടത്. എന്നാൽ സമയത്തിന്റെ ലഭ്യത ലാഭിക്കുവാനായിട്ട് 7-ാം അധ്യായം 1 മുതൽ 5 വരെ വായിച്ചാട്ടെ. നോക്കിക്കേ, അഖിലാണ്ടത്ത്
നിർത്തി വായിക്കുക. അനന്തരം ആമേൻ, കണ്ടിന്യൂഷൻ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് അവൻ ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തിയത് കൊണ്ട് ദൈവം ഇടയ്ക്ക് പിണങ്ങിപ്പോയില്ലെന്ന് ദൈവം അവനോട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട നിന്നോട്, സ്നാനപ്പെട്ട നിന്നോട്, ദൈവവൈതലായിരിക്കുന്ന നിന്നോട് ചിലത് പറയുവാനുണ്ട്. നീ വിശ്വസ്തത പുലർത്തിയാൽ നീ നിന്റെ കുടുംബവും ചുറ്റുപാടും അനേകരും നശിച്ചു പോകുന്നത് കാണും, പക്ഷെ നീ നശിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കിടക്ക. പ്രൈസ് ദി ലോർഡ്. നീയും സർവ്വ കുടുംബവും. ആമേൻ. അവനും അവന്റെ കുടുംബവും മാത്രം കയറാനല്ല പറഞ്ഞേ, സർവ്വ കുടുംബവും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ഈ തലമുറയിൽ നിന്നെ ഏത് ലെവലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിന്നിലും എന്നിലും എത്രത്തോളം നീതിയുണ്ട്? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന നോഹയെ വിളിച്ചിട്ട് പറയുകയാണ്, നീയും സർവ്വ കുടുംബവും പെട്ടകത്തിൽ കടക്ക. ഇന്ന് രാത്രി നിന്നെയും നിന്നോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തോടും ദൈവം അരുളപ്പാട് അറിയിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്ത് കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം തമ്പുരാൻ ലോകത്തിൽ മറ്റാരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആമേൻ. അതെ, മറ്റാരോടും സംസാരിക്കാതെ നോഹയോട് മാത്രം എന്താ സംസാരിപ്പാൻ ഇടയായി തീർന്നത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, അവരോട് മാത്രം ഭയങ്കര സിമ്പതിയാ. എന്നോട്, എൻ്റെ കുടുംബത്തോട് എന്തില്ല. ആമേൻ. ഇതാ കണ്ണുകടിയുള്ളവനെ കുറിച്ച് പറയുന്നത്. ആമേൻ. ദൈവം തമ്പുരാൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കാനും വിശ്വസ്തത പുലർത്തുവാനും മനസ്സ് വെച്ചത് നോഹ മാത്രമാ. അതുകൊണ്ടാ നോഹയോട് ദൈവം സംസാരിക്കുന്നത്. അങ്ങനെ ആമേൻ, നോഹയോട് ദൈവം സംസാരിച്ചു. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. പണമുള്ളവനോടും കഴിവുള്ളവനോടും ആമേൻ, തൻ്റെ ഇടമുള്ളവനോടും ദൈവം പറഞ്ഞില്ലെന്ന്. നീതിമാനായി നിഷ്കളങ്കനായി ജീവിക്കുന്ന നോഹയ്ക്ക് കൃപ കൊടുത്തിട്ട് നോഹയോട് സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ഇന്ന് രാത്രി ക്രമക്കേട് കാണിക്കുന്നവനോടല്ല ദൈവം സംസാരിക്കുന്നത്. പട്ടിണിയായാലും പൈതാഹമായാലും അത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന നിന്നോട് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് സ്വർഗം അറിയിക്കും. അത് കേട്ടിട്ട് കേൾക്കാത്തവനെ പോലെ ഇരിക്കാതെ, കേട്ടാലും കേട്ടില്ലേലും വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നീ ദൈവം മുമ്പാകെ കേൾക്കുന്ന ദൂതിൽ വിശ്വസ്തത പുലർത്തിയാൽ വിശ്വസ്തരായ ദൈവം അത് ന്യായവിധിക്കകത്ത് നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. ഹല്ലേലൂയ. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. നിങ്ങൾ 6-ാം അധ്യായം 9 മുതൽ വായിക്കണേ. അവിടെ എന്താ നോഹയോട് പറഞ്ഞതെന്നും നോഹ ചെയ്തതെന്നും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും വള്ളി പുള്ളി മാറ്റിയില്ല, ഒരളവും മാറ്റിയില്ല, ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ പണിത പെട്ടകമാണ് ജലപ്രളയത്തിൽ പൊങ്ങി അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചത്. പ്രൈസ് ദി ലോർഡ്. ചിലരെ ദൈവം ഇന്ന് രാത്രി ഉറപ്പിക്കാൻ പോകുകയാ. അവൻ ഒഴുകി നടക്കുന്ന നിന്നെ, അവൻ നിന്നെ അതെ ഒഴുക്കിനകത്ത് തകർത്ത് കളയുവാനല്ല, നീ ഉറക്കേണ്ടടുത്ത് നിന്നെ ഉറപ്പിക്കുവാൻ നിന്നെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാ. ഒഴുക്കിനകത്ത് അവൻ എതിരെ നീന്തി രക്ഷപ്പെടാൻ കഴിയാവുന്നവരെ രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ പെട്ടകം പൊങ്ങുന്നതിനനുസരിച്ച് അവൻ ഒഴുകിപ്പോയവരൊക്കെ തകർന്നപ്പോഴും തകരാതെ കണ്ട് പെട്ടകത്തിനകത്ത് സുരക്ഷിതനായിരുന്ന നോഹയും കുടുംബവും അരാരത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചെടുത്തു നിന്ന് ഇറങ്ങിയപ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രി പെട്ടകം അത് ഒഴുകി നടക്കുകയാ. അത് ഉറയ്ക്കുന്ന സമയം വരാൻ പോകുകയാ. അത് പെട്ടകം ആമേൻ അത് പോകുന്നതിനനുസരിച്ച് ആമേൻ അതിനകത്തിരിക്കുന്ന ആമേൻ നോഹയും കുടുംബവും സുരക്ഷിതമായിരിക്കുകയാ. ഇന്ന് രാത്രി അത് ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ കോളിളക്കങ്ങൾ ഉണ്ടായേക്കാം. അത് പെട്ടകം ഒഴുകുന്നത് പോലെ ആമേൻ നീ മാറി മാറി അത് മാറി മാറി കൂടാരം അടിക്കുന്ന അബ്രഹാമിനെ പോലെ അതെ നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ ഇന്ന് രാത്രി നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന സമയമുണ്ട്. ഹല്ലേലൂയ.
യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെ നോഹ ചെയ്തു. ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നത് പോലെ എത്ര പേര് ചെയ്യും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ അപ്പനോ അമ്മയോ അമ്മായിപ്പനോ പറയുന്നത് പോലെ ചെയ്യും എന്നല്ല പറഞ്ഞത്. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെ നോഹ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ക്രിസ്തു മനുഷ്യർക്ക് സങ്കേതമായിരിക്കുന്നു. അവൻ്റെ സംരക്ഷണയിൽ അവൻ സുരക്ഷിതമാണ്. ഇന്ന് രാത്രി ആമേൻ, എത്ര വലിയ മഴ പെയ്താലും കോളിളക്കമുണ്ടായാലും എത്ര വലിയ ഭൂകമ്പമുണ്ടായാലും ആമേൻ, അതെ, 1000 പേര് വലതുവശത്ത് 10,000 പേര് വലതുവശത്ത് വീണാലും പ്രൈസ് ദി ലോർഡ്, നീ എന്നോട് അടുത്ത് വരാത്ത നിലയിൽ ദൈവത്തിൻ്റെ സംരക്ഷണതയിൽ അതെ ജീവിക്കുവാൻ കൃപ ലഭിച്ച നോഹാപ്പച്ചനോട് ചോദിച്ച നോഹാപ്പച്ചൻ പറയും, ആമേൻ, അപ്പച്ചൻ ആമേൻ ഇങ്ങനെ പറയും, ആമേൻ, എന്നോട് ദൈവം പറഞ്ഞത് വള്ളി പുള്ളി മാറാതെ ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് ഈ സങ്കേതത്തിൽ എനിക്ക് അഭയം കിട്ടിയത്, ഈ സുരക്ഷിതത്വം അനുഭവിപ്പാൻ കഴിഞ്ഞത്. ആമേൻ തിരിച്ചറിഞ്ഞ് ആമേൻ കരമടിച്ച് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, ഭയഭക്തി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഭയമുണ്ട് ദൈവം മുമ്പാകെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ആമേൻ, ഉൽപ്പത്തി പുസ്തകം 20:11 നമ്മൾ കഴിഞ്ഞ രാത്രി വായിച്ചതാ, ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവഭയം ഇല്ലാത്തടുത്ത് നിന്നാൽ കാര്യം പോക്കാം കേട്ടോ. അവിടെ നിന്നവനായിരുന്നു ലോത്ത്. അതുകൊണ്ട് അവൻ്റെ ഭാര്യയും പോയി, അവൻ്റെ മക്കളും പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവഭയം ഇല്ലാത്തടുത്ത് അധികം നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. 34 സങ്കീർത്തനം 7 മുതൽ 11 വരെ കാണുന്നത്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, ദൈവഭയം ഉള്ളെടുത്ത് നിൽക്കുകയാണെങ്കിൽ ആമേൻ, നിന്നെ തൊടാൻ ദുഷ്ടന് വിട്ടുകൊടുക്കത്തില്ല. കാരണം യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും എന്ത് ചെയ്യും? പാളയം ഇറങ്ങി അവരെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവരെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. അവന് ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഡാറ്റ തീർന്നു, സമയവും പോയി, ഇനി ഉറക്കം നഷ്ടപ്പെടും, അതുകൊണ്ട് ഒന്ന് നിർത്തിയാൽ കൊള്ളാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ആമേൻ, വിശ്വസ്തരായിരിക്കുന്ന ദൈവം മുമ്പാകെ ഹല്ലേലൂയ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ എന്ത് ചെയ്യാം? ഉപദേശിച്ച് തരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി അല്പസമയം കൂടെ ആമേൻ ക്ഷമയോടെ ആമേൻ വചനം കേൾക്കാൻ തയ്യാറായാൽ വിശ്വസ്തരായ ദൈവം ക്രമക്കേടുകളെല്ലാം ആമേൻ നീക്കിയിട്ട് അതേ അനുഗ്രഹ സമ്പൂർണ്ണനാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഹല്ലേലൂയ. അത് കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ നോഹ എന്ത് ചെയ്തു? ഭയഭക്തി പൂണ്ട് എന്ത് ചെയ്തു? ഒരു പെട്ടകം തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ 30-31 വായിക്കുമ്പോൾ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നോഹയപ്പച്ചനോട് പറഞ്ഞതുപോലെ ആമേൻ പൗലോസ് പറഞ്ഞു, വേഗം പോയി ആമേൻ അതെ ഒരു ഉളിയും അറക്കുവാളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു മരം വെട്ടിയിട്ട് ഒരു പെട്ടകമൊക്കെ പണിയാനല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അന്ധകാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നോഹയപ്പച്ചൻ പെട്ടകം പണിയണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ധകാലത്ത് പെട്ടകം പണിയണ്ട, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ അപ്പച്ചൻ ഒരു പെട്ടകം പണിതു. ആ പെട്ടകത്തിന്റെ പേരാ യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ. കാൽവറിയിൽ ഉയർത്തിയ ആ കുരിശിൽ കർത്താവ് എന്ത് ചെയ്തു? ആമേൻ നിനക്ക് വേണ്ടി ആമേൻ യാഗമായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ ചോട്ടിൽ കല്ലറയ്ക്കകത്ത് കർത്താവിനെ അടക്കം ചെയ്തു. പക്ഷെ അവിടെ ഒതുക്കാൻ ലോകത്തിന് കഴിഞ്ഞില്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ നീ ഒന്ന് വിശ്വസിച്ചേ, സന്തോഷത്തിൻ്റെ പരിപൂർണതയിലേക്ക്, അനുഗ്രഹ സമ്പൂർണതയിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ.
ലോകത്തെ കുറ്റം വിധിച്ചു. ഹല്ലേലൂയ. ഇരുളിനെ ആമേൻ വെളിച്ചം കുറ്റം വിധിക്കുന്നത് പോലെ വിശ്വാസം അവിശ്വാസത്തെ കുറ്റം വിധിക്കുന്നതിന് ആമേൻ ഒരു ഉദാഹരണമാണ് ആമേൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? ആമേൻ അതെ, ലോകത്തെ കുറ്റം വിധിച്ചു. ആര്? ഇരുളിനെ വെളിച്ചം കുറ്റം വിധിക്കുന്നത് പോലെ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. പ്രൈസ് ദി ലോർഡ്. ജലപ്രളയത്തിനകത്ത് ആർക്കാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? ആമേൻ നോഹയ്ക്കും കുടുംബത്തിനും. എന്തുകൊണ്ടാണ് നോഹയും കുടുംബവും ആമേൻ ആ ന്യായവിധിക്കകത്ത് അകപ്പെട്ടു പോകാഞ്ഞത്? ദൈവം പറഞ്ഞതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ അവർ ചെയ്തതുകൊണ്ടും പ്രവർത്തിച്ചതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടൻ പറയുന്നത് പോലെ, പാപി പറയുന്നത് പോലെ, പരിഹാസി പറയുന്നത് പോലെ ഹല്ലേലൂയ നീ പോകാതെ ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം വെളിപ്പെടുത്തിയ വചനം എന്തു പറയുന്നുവോ, ആത്മാവ് എന്തു പറയുന്നുവോ, യേശു എന്തു പറയുന്നുവോ അതനുസരിച്ച് നീ പ്രവർത്തിക്കാൻ, അതനുസരിച്ച് നീ ജീവിക്കാൻ വിശ്വസ്തത കാട്ടിയാൽ, എന്ന് പറഞ്ഞാൽ നീ വചനത്തോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തിയാൽ നീ അനുഗ്രഹ സമ്പൂർണനാകും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ആരാണവൻ? യേശുവാണ്. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്നും ആമേൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ സഹോദരി നീ ഭർത്താവിനോട് അവിശ്വസ്തത പുലർത്തുന്നേ. അതുകൊണ്ടാ സഹോദര നീ ആമേൻ അതെ നിന്റെ ഭാര്യയോട് ആമേൻ അവിശ്വസ്തത കാണിക്കുന്നത്. അതുകൊണ്ടാ തലമുറകളെ നിന്റെ അപ്പനോട് നീ അവിശ്വസ്തത കാണിക്കുന്നത്. നീ സാക്ഷാൽ യേശുവാകുന്ന വെളിച്ചത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ആമേൻ ഇരുളിന്റെ പ്രഭുവായ സാത്താനെ ഇഷ്ടപ്പെടുന്നു. അവനാണ് ഈ ലോകത്തിന്റെ പ്രഭു. അതുകൊണ്ട് ഈ ലോകത്തോട് ആമേൻ സ്നേഹം ആമേൻ പ്രകടിപ്പിക്കുന്നവര് സാക്ഷാൽ വെളിച്ചമായ ദൈവത്തിന് ശത്രുത്വമാകുന്നു എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഈ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുകയാൽ ഇന്ന് രാത്രി നീ ലോകത്തോട് ആമേൻ ഇഴകിച്ചേർന്നാൽ നീ സാക്ഷാൽ വെളിച്ചമായ ദൈവത്തോട് അവിശ്വസ്തത കാട്ടുകയാ. ഇന്ന് രാത്രി ക്രമക്കേടുകൾ ആമേൻ പ്രവചിച്ച് ആമേൻ നിന്റെ തല തൊട്ട് പറയുന്നില്ല, എന്നാൽ നീ ഇരിക്കുന്നിടത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്നെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാ. നിന്റെ ഭർത്താവിനോട് നീ അവിശ്വസ്തത കാണിക്കുന്നത് നീ ലോകത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് ലോകത്തോടുള്ള സ്നേഹം നിന്റെ അകത്ത് കിടക്കുന്നത് കൊണ്ടാ. ഇന്ന് രാത്രി ആമേൻ പണമുണ്ടാക്കണം, കണ്ണുകടി ഇതൊക്കെ ഒഴിവാക്കി നിന്റെ ഭർത്താവിനോട് നീ വിശ്വസ്തത കാട്ടിയ അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ ദൈവം ശക്തനാ. നിന്റെ ഭാര്യയോട് വിശ്വസ്തത പുലർത്തിയ അനുഗ്രഹ സമ്പൂർണ്ണമാക്കാൻ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവിന്റെ തലയാരാ? കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭർത്താവ് പ്രാർത്ഥനയും ആരാധനയും ദൈവവചനപ്രകാരം ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഭർത്താവിനെ നീ പകയ്ക്കുന്നെങ്കിൽ നീ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി നീ എന്ത് ചെയ്യുന്നത്? ഭർത്താവിനെ പകയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. ആമേൻ. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, 15-ാം അധ്യായം 22 മുതൽ ആമേൻ 24 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് എന്തില്ല? ഒഴിവ് കഴിവില്ല. അതിനർത്ഥം യേശു ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് ഇനി ആർക്കും ഒഴിവ് കഴിവ് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല. കാരണം ഫേസ്ബുക്കിനകത്ത് ക്രമക്കേടുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു, അതിനകത്ത് ആമേൻ ഒരു കറുത്ത കോട്ടും ആമേൻ വെളുത്ത ഷർട്ടും ആമേൻ ഒരു ക്ലീൻ ഷേവും അടിച്ചിട്ട് ഒരു സാത്താനെ പോലുള്ള ഒരുത്തൻ നിന്നിട്ട് വിളിച്ചു പറയുക, ഞാൻ അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴിവില്ല. പ്രൈസ് ദി ലോർഡ്. എന്തോ ചെയ്യാനാ? ഒഴിവാക്കാൻ നോക്കിയാലും ഇതേ വരുന്ന അടുത്ത ദിവസം പിന്നെയും. ഹല്ലേലൂയ. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. ഹല്ലേലൂയ. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല, എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവർ എന്നെ
എന്നെയും എൻ്റെ പിതാവിനെ കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസലോ. ഇത് കാണുന്തോറും കള്ളാ, നിർത്തടാ, അടാ, പണിയെടുക്കടാ, പോടാ എന്നൊക്കെ പറഞ്ഞ് പകയ്ക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ പ്രതിഫലം ആദ്യം വലുതാകിയാൽ സന്തോഷിക്കാനാണ് പറഞ്ഞത്. ഇന്ന് രാത്രി ഞാനും എൻ്റെ കുടുംബവും സന്തോഷിക്കുക. എന്നോട് ചേർന്ന് സ്നേഹതീരം പ്രയർ ഫാമിലിയിലുള്ളവര് പകയ്ക്കുമ്പോൾ സന്തോഷിക്കണം, പ്രതിഫലം വലുതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള നീതി. ആമേൻ. എന്താണ്? ആമേൻ. ആമേൻ. നോഹയുടെ കുടുംബത്തിൽ ആമേൻ വിശ്വാസത്താലുള്ള നീതി എങ്ങനെ ലഭിച്ചത്? അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം മഴ പെയ്യും, ആമേൻ, പെട്ടകം പൊങ്ങും. നോഹയോട് പറഞ്ഞു ഇതൊക്കെ സംഭവിക്കാൻ പോകുക. നോഹയപ്പച്ചൻ കണ്ണു അടച്ചു പൊട്ടനെ പോലെ മരം മുറിച്ച് പണി തുടങ്ങിയെന്ന്. പണി തീരുന്നതിന് മുമ്പ് പ്രസംഗിക്കാൻ തുടങ്ങിയെന്ന്. നോഹയപ്പച്ചൻ്റെ പ്രസംഗം വൃതാവായില്ല. നോഹയപ്പച്ചൻ്റെ പെട്ടകം പണി വൃതാവായില്ല. അത് ഇത് വെറുതെ ആ കളിയാ ചുമ്മാതാന്നൊക്കെ പറഞ്ഞവരും പുച്ഛിച്ചവരും ആമേൻ എല്ലാവരും അകപ്പെട്ടു പോയി കേട്ടോ. ഇതുപോലൊരു നാൾ അടുത്തു വരികയാ. ഇതുപോലൊരു സമയം ആഗതമായി കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി കൃപ ലഭിച്ച നോഹ അപ്പച്ചകൻ പെട്ടകം പണിതതുപോലെ കൃപ ലഭിച്ച യേശുവിൻ്റെ അതേ കൂടെ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതുപോലെ കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോടൊപ്പം വിശ്വസ്തയോടെ നിൽക്കുന്നവര് ഇവിടെ നിന്ന് പൊങ്ങും. ഇവിടെ നിന്ന് പൊങ്ങുന്നത് കണ്ട് അയ്യം വിളിക്കുന്നവര് തകരുന്നത് കാണാൻ പോകുക. കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ കൃപയാൽ ഹല്ലേലൂയ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സൗജന്യമായി ഹല്ലേലൂയ പാപികളെ നീതീകരിക്കുവാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയായ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ ഇന്നലകളിൽ ചെയ്തു പോയ പാപത്തിന് പരിഹാരം നൽകുവാൻ കർത്താവായ യേശു ആമേൻ നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തി. സഹോദര സഹോദരി കൂടപ്പറപ്പേ, ആ സത്യം നീ ഉൾക്കൊണ്ട് വിശ്വസ്തത കാണിക്കാമെങ്കിൽ അതേ നിന്നെ അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ ദൈവ ശക്തരാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തു വിശ്വസ്തതയെ കുറിച്ച് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതേ കഴിവുകളിൽ വിശ്വസ്തരായിരുന്ന ദാസന്മാർക്ക് അവസാനം എന്ത് ചെയ്തു? പ്രതിഫലം ലഭിച്ചു. ആമേൻ. ദൈവം കൊടുത്ത കഴിവുകളിൽ എന്ത് ചെയ്യണം? വിശ്വസ്തത പുലർത്തണം. അഹങ്കരിക്കരുത്. ആമേൻ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ അമ്പോ ഈ ദൈവദാസൻ പറയുന്ന വാക്യങ്ങളൊക്കെ വായിച്ച് എന്ന് തീർക്കാനാ? ആമേൻ. നീ വിശ്വസ്തയോടെ വീട്ടിലിരുന്ന് വായിച്ചോ, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 25-ന്റെ 14 മുതൽ 30 വരെ ഇന്ന് രാത്രി വായിക്കാൻ സമയമില്ല, ഇന്ന് വായിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. 11-ാം അധ്യായം എബ്രായലേഖനം 11-8 വായിച്ചേ. ഇനി നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാം, മാറ്റിപ്പിടിക്കാം. ഈ വണ്ടിയൊക്കെ കയറ്റം കയറുമ്പോൾ ഗീറ് മാറുന്ന പോലെ ഇനി നോഹയെ അങ്ങ് വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. പ്രൈസലോ. അല്ലാതെ ഏതോ ഭൂമിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിനക്ക് തരാം എന്നൊന്നും അല്ല അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാമേ, ഞാൻ നിന്നോട് പറയുന്നത് കേട്ട് അനുസരിച്ചാൽ ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ അതിര് വിശാലമാക്കും. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുവാൻ തയ്യാറായ നോഹ അപ്പച്ചനെ പോലെ അബ്രഹാമിനെ പോലെ വിശ്വസ്തത പുലർത്താമെങ്കിൽ ലോകത്തിൽ ആരും നിന്റെ അതിര് വിസ്താരമാക്കാൻ മുമ്പോട്ട് വന്നില്ലെങ്കിലും, ആരും നിന്നെ തന്ന്
സഹായിച്ചില്ലെങ്കിലും, ആരും നിന്നെ പേര് വലുതാക്കിയില്ലെങ്കിലും, ആരും നിന്നെ 4 പേരുടെ മുമ്പിൽ ഉയർത്തിയില്ലെങ്കിലും, ആമേൻ, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് പറഞ്ഞ ആ തിരുവചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന നിന്നെ നോഹ പെട്ടകം, ആമേൻ, പൊങ്ങിയപ്പോൾ അതേ നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ നശിച്ചു പോകാതെ പെട്ടകത്തിനകത്ത് സുരക്ഷിതമായിരുന്നത് പോലെ ദൈവം നിന്നെ ഏൽപ്പിച്ച പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, ദൈവം നിന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷയിൽ, ദൈവം നിന്നെ ഏൽപ്പിച്ച കുടുംബത്തിനകത്ത്, ദൈവം നിന്നെ ഏൽപ്പിച്ച ജോലിക്കകത്ത് നീ വിശ്വസ്തത പുലർത്തിയ അപ്പുറം ഇപ്പുറം പലരും തകരുന്നത് കാണും. നീ തകരത്തില്ല, നീ അനുഗ്രഹ സമ്പൂർണനാകും. അബ്രഹാമേ, നിന്നോടൊപ്പം ഇറങ്ങിത്തിരിച്ച അതേ ലോത്ത്, ആമേൻ, അതേ പരാജയപ്പെട്ട് കുടുംബം തകർന്നുപോയി, തലമുറ നശിച്ചുപോയി. എന്നാൽ അബ്രഹാമേ, നീയും നിന്റെ തലമുറയും അതേ കേട്ട വാഗ്ദത്തം അതേ നിറവേറാതെ പോകത്തില്ല. നീ വിശ്വസ്തനായി എൻ്റെ സ്നേഹിതനായി ഇരിക്കുന്നിടത്തോളം കാലം നീ തകർന്നു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അതെ, നിന്റെ മകന് അതെ എനിക്ക് വേണ്ടി മോറിയ മലയിൽ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ അവിശ്വസ്തത കാണിക്കാതെ നീ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഇങ്ങനെ ഐശ്വര്യമായ അനുഗ്രഹം ഞാൻ നിന്റെ മേൽ പകരുമെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ ഹല്ലേലൂയ, നീ വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ നിന്നെയും അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ ദൈവശക്തനാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. യഹോവ തന്നോട് കൽപ്പിച്ചത് അപ്പോലെ അബ്രഹാം പുറപ്പെട്ടു. ആമേൻ. നോഹയോട് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ഇവിടെ 4-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാ, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ആമേൻ. ഇന്ന് രാത്രി നോഹ ദൈവം പറഞ്ഞതുപോലെ ചെയ്തതുപോലെ, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ പുറപ്പെട്ട പോലെ, ആമേൻ, ദൈവശബ്ദം കേട്ട് വിശ്വസ്തത പുലർത്താമോ? ആരും തന്നില്ലെങ്കിലും, ആരും സഹായിച്ചില്ലെങ്കിലും, ആരും മുമ്പോട്ട് വന്നില്ലെങ്കിലും വിശ്വസ്തയോടെ നിന്ന് നോഹയെ അനുഗ്രഹിച്ച ദൈവം, അതേ അനർത്ഥത്തിൽ നിന്ന് അതേ വിടുവിച്ച ദൈവം, അബ്രഹാമിനോട് വിശ്വസ്തത പുലർത്തിയ ദൈവം നിന്നോടും വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. സമയത്തിന്റെ ലഭ്യത കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. അതേ സഹോദരന്മാരും പിതാക്കന്മാരും പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസവും ദൈവത്തെ അനുസരിക്കുന്ന തമ്മിലുള്ള ബന്ധം ഇവിടെ കാണുന്നു. വിശ്വാസം കൂടാതെ യഥാർത്ഥ അനുസരണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തെ യഥാർത്ഥമായി ഹല്ലേലൂയ അതേ വിശ്വസിക്കുന്നതിന് മുമ്പ് നീ ദൈവത്തെ എന്ത് ചെയ്യണം? അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ വിശ്വാസം കൂടാതെ യഥാർത്ഥ അനുസരണം എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നീ ഒന്നാമതായി ദൈവത്തെ വിശ്വസിക്കണം, ദൈവവചനത്തെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ അനുസരണം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അനുസരണം ഇല്ലെങ്കിൽ അത് വിശ്വാസം ഇല്ല എന്നതിൻ്റെ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് വേദഭാഗങ്ങൾ വായിക്കാനുണ്ടെങ്കിലും ആമേൻ സമയത്തിൻ്റെ ലഭ്യത മൂലം ഹല്ലേലൂയ ഞാൻ പറഞ്ഞു പോകാം. യോഹന്നാൻ 3:36, പ്രവർത്തികൾ 5:32, റോമർ 1:5, 2 തെസ്സലോനിക്കർ 2:8, പ്രവർത്തികളുടെ പുസ്തകം 22:10. ഹല്ലേലൂയ. നിങ്ങൾ സമയമെടുത്ത് വായിക്കണമേ. എല്ലാം ഉപേക്ഷിച്ച് കാണപ്പെടാത്ത ദേശത്തേക്ക് പോകുവാൻ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഇന്ന് രാത്രി വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, ഒരിക്കലും നീ തകർന്നു പോകുവാൻ, നീ കേട്ട വാഗ്ദത്തം നിറവേറാതെ പോകുവാൻ ഇടയാകത്തില്ല. ഹല്ലേലൂയ. നീ ഇറങ്ങിയതും നീ സമർപ്പിച്ചതും ഹല്ലേലൂയ നീ ചെലവിട്ടതും എല്ലാം ആമേൻ അതേ അമർത്തി കുലുക്കി വലിയ പ്രതിഫലമായി നിന്റെ കരങ്ങളിൽ നൽകുന്ന ഒരു ദിവസം അടുത്തു വരികയാ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ടു നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. യേശു അവരോട് ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനായും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? ആമേൻ. കർത്താവിന്റെ വേല ചെയ്യണം. നോഹപ്പച്ചനെ പോലെ പെട്ടകം പണിയണം. അപ്പൊ നോഹപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് മരം മുറിച്ച് പെട്ടകം പണിയാൻ തുടങ്ങിയപ്പം മൂത്തവൻ പറഞ്ഞു, അച്ചാച്ചൻ എന്ത് മണ്ടത്തരവി കാണിക്കുന്നേ? എൻ്റെ കല്യാണം കഴിയുമ്പം കട്ടിലുണ്ടാക്കാൻ വേണ്ടി ഞാൻ കണ്ടിരുന്ന മരമല്ലേ, ഇത് മുറിച്ച് പെട്ടകം പണിത് ശരിയാകത്തില്ല. അപ്പൊ ആ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, അല്ലേലും അച്ചാച്ചന് പറഞ്ഞ മനസ്സിലാകത്തില്ല,
ഒക്കത്തില്ല. മക്കൾ കല്യാണം കഴിയുമ്പോൾ കട്ടിൽ പണിയാൻ മരം ആര് കൊണ്ടുവരും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ അമ്മച്ചിയോട് പറഞ്ഞാൽ ഒക്കത്തില്ല. ആമേൻ. അത് കരവടയ്ക്കാനും ആമേൻ അത് ഫണ്ട് കൊടുക്കാനും ചീട്ടടയ്ക്കാനും വെച്ച പൈസയാ ആമേൻ ഈ അമ്മച്ചി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്തത്. നീ വിശ്വസ്തത കാണിക്കേണ്ടടുത്ത് വിശ്വസ്തത കാണിച്ചാൽ. നോഹയപ്പച്ചൻ പറഞ്ഞു, മക്കളെ കല്യാണമൊക്കെ കഴിക്കാൻ വരട്ടെ, ഇത് ജലപ്രളയം വരെയാൻ പോവുക. ആമേൻ. കല്യാണം കഴിക്കാനൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്തു, പക്ഷേ വെള്ളം പൊങ്ങി, എവിടെ ഉറയ്ക്കുന്നില്ല. കല്യാണം ആമേൻ ഡേറ്റ് ഒക്കെ കുറിച്ചതാണെന്ന്. ആമേൻ. പെട്ടകത്തിനകത്ത് ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. പെട്ടകം ഒന്ന് ഉറച്ചാലല്ലേ ഡേറ്റിന് അനുസരിച്ച് കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കൃപ ലഭിച്ച നോഹ അപ്പച്ചൻ സ്വർഗത്തിൽ അപ്പച്ചൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആമേൻ മക്കളുടെ കാര്യമൊക്കെ ദൈവം നോക്കിയെന്ന്. ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ ആമേൻ തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യന്റെ കണക്കുകൂട്ടലുകളെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപ ലഭിച്ച നോഹ അപ്പച്ചൻ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പെട്ടകം പണിതത് വൃഥാവായില്ലെന്ന്. കൃപ ലഭിച്ച ദൈവമക്കൾ പാടുന്നത് വൃഥാവാകത്തില്ല, ആരാധിക്കുന്നത് വൃഥാവാകത്തില്ല. ആമേൻ. കണക്കൂട്ടുകളൊക്കെ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആമേൻ അപ്പച്ചൻ്റെ കണക്ക് തെറ്റിയില്ല. അപ്പച്ചൻ്റെ കണക്ക് സ്വർഗത്തിൽ അപ്പൻ്റെ കണക്കായിരുന്നു. ഇന്ന് രാത്രി തലമുറകളെ കുറിച്ചുള്ള ദൈവഗീതം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ. ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അപ്പനെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട്. ഹല്ലേലൂയ. ചിലരുണ്ട്, പ്രൈസ് ദി ലോർഡ്. ചിലരുണ്ട് ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പം അമ്മാമ്മ പറയും, അച്ചാച്ചാ ഇങ്ങനൊന്നും ശരിയാകത്തില്ല, ഇങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ കാര്യം ആര് നോക്കും? ചിലർ ഈ കുരുടന് വഴികാട്ടി അങ്ങനെ ഇരിക്കും. അനനിയാസും സഫീറുടെ കാര്യം തെളിവായിട്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. ആമേൻ. അതെ, അച്ചാച്ചൻ പറഞ്ഞു ഇത്രയോ നിലം വിറ്റുള്ളതെന്ന് നമുക്ക് പറഞ്ഞാൽ മതി അല്ലേടി. അപ്പോൾ മതി അച്ചാച്ചാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അച്ചാച്ചനും അമ്മച്ചും ഒരുമിച്ച് പോകണ്ട, അത് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. തീരുമാനമൊക്കെ ഒരുമിച്ചാ, പക്ഷെ ഓരോരുത്തും ഒരുമിച്ച് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്തോ പറ്റി? ആമേൻ. തീരുമാനമെല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിലും ആമേൻ മരിച്ചപ്പോഴും ഒരേ സ്ഥലത്ത് പോയി കിടക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രമക്കേട് കാണിക്കുന്നത് അമ്മാമ കണ്ട അച്ചാച്ചനോട് പറയണം, അച്ചാച്ച തമ്പുരാൻ പറഞ്ഞത് ഇങ്ങനല്ലല്ലോ. ഇനി കൊച്ചമ്മയാ ക്രമക്കേട് കാണിക്കുന്നെങ്കിൽ അച്ചാച്ചൻ പറയണം, അതെ മോളെ കൊച്ചമ്മേ, അതെ അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ക്രമീകരിച്ച് ആമേൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, ശുശ്രൂഷയുടെ അതിന് വിസ്താരമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അതേ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട്. ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി കേട്ടിറങ്ങി തിരിച്ച അഭിഷക്തനെ, നിന്റെ അപ്പനാണോ തടസ്സം, അമ്മയാണോ തടസ്സം, ഭാര്യയാണോ തടസ്സം, മക്കളാണോ തടസ്സം? തടസ്സത്തെ അല്ല ഇന്ന് രാത്രി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഉപേക്ഷിക്കണമെന്ന്. അയ്യോ, മോറിയ മലയിലേക്ക് മകനെ കൊണ്ട് യാഗം കഴിക്കാൻ പോയപ്പം ഭാര്യയ്ക്ക് ആമേൻ ഡിവേഴ്സ് കൊടുത്തിട്ടാണോ ആമേൻ മല കയറിയത്? ഒരിക്കലും അല്ലല്ലോ. ആമേൻ. അത് നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന ഭാര്യയോട് പോലും ചില കാര്യം നീ പറയരുതെന്നാ എന്ന് പറഞ്ഞാൽ ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന നിന്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറയാൻ നിൽക്കണ്ട. ദൈവം വിശ്വസ്തരായതുകൊണ്ട് ദൈവം പറഞ്ഞത് വിശ്വസ്തയോടെ നീ ചെയ്യാൻ തയ്യാറായാൽ അബ്രഹാമിനെ മോറിയ മലയിൽ മകനെ തീർക്കാനല്ല കയറ്റിവിട്ടത്, മകനുമായി അനുഗ്രഹിക്കപ്പെട്ട് ഇറങ്ങി വരാനാ. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ രോഗബന്ധനങ്ങളെല്ലാം അഴിയുന്ന രാത്രിയായി മാറുകയാ. പക്ഷേ ക്രമക്കേടുകളെല്ലാം അഴിഞ്ഞു മാറണമെങ്കിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ കരം എന്ത് ചെയ്യണം? ഒന്ന് ചലിക്കണം. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? പ്രൈസ് ദി ലോർഡ്. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. പ്രൈസ് ദി ലോർഡ്. ചില രോഗങ്ങളൊക്കെ വിട്ടുമാറണമെങ്കിലേ ഈ ശരീരം എന്തായിരിക്കണം? ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശരീരം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഓർത്തോണം, ഞാൻ ദുഷ്ടൻ്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസിയുടെ കൂടെ ഒന്നും പോകേണ്ടവനല്ല. ആമീൻ. അങ്ങനെ നീതിമാനായ ആമീൻ അതെ ആ നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ കൃപ ലഭിച്ച സഹോദരി ആയാലും സഹോദരനായാലും അപ്പച്ചനായാലും അമ്മച്ചിയായാലും ആമീൻ ദുഷ്ടൻ്റെ കൂടെ കൂടരുത്, പാപിയുടെ കൂടെ കൂടരുത്, പരിഹാസ
പരിഹാസിയുടെ കൂടെ എന്ത് ചെയ്യരുത്, കൂടരുത്. ആമേൻ. സകലവിധ കൃപാവരങ്ങളും ഉണ്ടായിരുന്ന ചിലർ പറയും, അയ്യോ ഞാൻ പിന്നെ കാട്ടത്തിപ്പഴം പെറുക്കിയ ചെറുക്കനെ പോലെ പ്രവാചകനുമല്ല. ഒരു ഡയലോഗാണെന്നേ, ബൈബിളിനകത്തെ വാക്യമൊക്കെ എടുത്തിട്ട് ഭയങ്കര ഡയലോഗാ. ഞാൻ അവരെ പോലല്ല, ഞാൻ ഇവരെ പോലല്ല, ഞാൻ അങ്ങനെയല്ല. ആമേൻ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. പ്രൈസ് ദി ലോർഡ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ആമേൻ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് പറഞ്ഞാൽ, നീ അകന്നിരിക്കേണ്ടതിനോട് അകന്നിരുന്നാൽ, നീ വേറിട്ടിരിക്കേണ്ടടുത്ത് നീ വേറിട്ടിരുന്നാൽ നിന്നെ ദൈവം അംഗീകരിക്കുന്ന, ലോകത്തിൽ ആരും അംഗീകരിച്ചില്ലെങ്കിലും, ലോകത്തിൽ ആരും കൈയടിച്ച് ചേർത്ത് നിർത്തിയില്ലെങ്കിലും, ആമേൻ, നീ ദൈവവചനത്തിന് മുമ്പാകെ വിശ്വസ്തയോടെ ജീവിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ ആദരിക്കും, ദൈവം നിന്നെ മാനിക്കും, ദൈവം അനുഗ്രഹ സമ്പൂർണനാക്കും. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ, തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത് എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എവിടേക്ക് പോകുന്നുവെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ അറിയാതെ ആമേൻ ഇറങ്ങി പുറപ്പെടുന്നത് വിഡ്ഢിത്തമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ പോലെ, ഈ നോഹയെ പോലൊക്കെ വിഡ്ഢിത്തരം കാണിച്ച ഏതെങ്കിലും പിതാക്കന്മാർ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒത്തിരി പേരുണ്ട്. അവരെല്ലാം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇത് ഒരിക്കലും, ആമേൻ, ബോക്ഷത്വമായ ഒരു കാര്യമല്ല. മനുഷ്യ ചിന്തയ്ക്ക് അത് മൗഢ്യമായി തോന്നാം. എന്നാൽ വിശ്വാസത്തിനും അതിൻ്റെ മഹത്തായ അറിവിനും ഇത് ഒരിക്കലും എന്തല്ല, ബോക്ഷത്വമല്ല, വിഡ്ഢിത്തമല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്നവർ, ആമേൻ, അതെ, ആ ഫോണിൽ നിന്ന് മാറിയിരുന്ന് ഒന്ന് ചുമക്കുകയൊക്കെ ചെയ്താൽ വളരെ സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. അതെ, 11-ാം അധ്യായം 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ അനുഗ്രഹം ലഭിക്കാനിടയായി തീർന്നത് വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാം എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു, വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 4:11-16 നിങ്ങൾ പിന്നീട് എടുത്ത് വായിക്കുക. പഴയ നിയമത്തിൽ വിശ്വാസത്തിന്റെ, ആമേൻ, അതെ, ഉദാത്തമായ ഒരു ഉദാഹരണമാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ വിവിധ തലങ്ങൾക്ക് അബ്രഹാമിന്റെ ജീവിതം എന്ത് ചെയ്യുന്നു, ഉദാഹരണമായി തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 11:9 വായിക്കുന്നത് ഇങ്ങനെയാ: വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ, അബ്രഹാം, ആമേൻ, ഹല്ലേലൂയ, അന്യദേശത്ത് ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ എന്ത് ചെയ്തു, പാർത്തു. മതി 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 മതി. അപ്പം നോക്കണമേ, ആമേൻ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായിട്ട് എന്ത് ചെയ്തു. അപ്പം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 3 തലമുറയോടുകൂടെ ജീവിക്കാനുള്ള, ആമേൻ, അവസരം ആർക്ക് കിട്ടി? അബ്രഹാമിന്. ആമേൻ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അപ്പോൾ ആമേൻ, അനുഗ്രഹ സമ്പൂർണം എന്ന് പറഞ്ഞാൽ എന്താ? ആമേൻ, കുറഞ്ഞത് 2 തലമുറയെങ്കിലും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 9 വരെയും 11-ന്റെ എബ്രായ ലേഖനം 11-ന്റെ 9-ഉം 10-ഉം അബ്രഹാം കൂടാരങ്ങളിൽ പാർക്കുന്നത് ആമേൻ, കൂടെ സ്ഥലം മാറി താമസിക്കുന്നതും അതേ വിശ്വാസവും മോക്ഷയാത്രയും തമ്മിലുള്ള ആ ബന്ധത്തെ എന്ത് ചെയ്യാണ്, കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം നിത്യമായ ദേശത്തേക്ക് നോക്കി ഇതുകൊണ്ട് ആമേൻ ഇവിടെ സ്ഥിരമായിട്ട് എന്ത് ചെയ്തില്ല, പാർത്തില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് അറിയാം, സ്ഥിരമായിട്ട് ഒരു ഭവനം എനിക്ക് വേണ്ടി എവിടെ ഒരുക്കിയിട്ടുണ്ട്, അവിടെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മടിയിൽ ഇരിക്കാൻ അനേകർ കയറി വരുന്ന ഒരു ഭവനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഈ ഉൾക്കാഴ്ച പ്രാപിച്ച എത്ര പേരുണ്ട്? ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ബന്ധപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. അവരുടെ സമ്പത്തും പൗരത്വവും എവിടെയാണ്? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഈ ഒരു കാഴ്ചപ്പാട് ആർക്ക് വേണം? വിശ്വാസികൾക്ക് വേണം.
പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയും പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20. ഹല്ലേലൂയ. ലോകം അവരുടെ ഭവനമല്ലെന്നും സ്വർഗത്തിലെ ദൈവത്തിന്റെ നഗരത്തിലേക്കുള്ള അതേ യാത്രയിൽ അവർ ഈ ലോകത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ആണെന്ന് ഉള്ള കാര്യം വിശ്വാസത്താൽ മനസ്സിലാക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അനവധി നിരവധി വേദഭാഗങ്ങൾ അതിനായിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4:26, വെളിപ്പാട് 21:2. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട്, ഹല്ലേലൂയ, രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. നോക്കണമേ, നോഹയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചു. ഇനിയിപ്പോ മോശയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ സമയം പോരാ. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകട്ടെ. പുറപ്പാട് പുസ്തകം 1:22 ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയും നദിയിൽ ഇട്ട് കളയണമെന്ന്, ഹല്ലേലൂയ, ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അപ്പോൾ മോശ എന്ന അതിസുന്ദരനായ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല എന്ന് ആര് വിധി എഴുതി? സാത്താൻ വിധി എഴുതി. എന്നാൽ തമ്പുരാൻ വിധി എഴുതി. സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന ജനത്തെ അവനെ കൊണ്ട് എന്ത് ചെയ്യണം? പുറപ്പെടുവിക്കണം. ഇന്ന് രാത്രി നീ ജനിക്കരുതെന്നും, നീ ജനിച്ചാൽ തന്നെ അംഗവൈകല്യമുള്ളവനാകണമെന്നും, നീ ജനിച്ചാൽ തന്നെ നീ ഗുണം പിടിക്കരുതെന്നും സാത്താൻ വാദിച്ച് നിന്നെ തകർക്കാൻ നോക്കിയെടുത്തതെന്ന് തമ്പുരാന്റെ പദ്ധതി പ്രകാരം നിന്നെ കൃപയാൽ ഇന്നും നിർത്തിയിരിക്കുന്നത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ പുറത്തേക്ക് നയിക്കാനാ. തിരിച്ചറിയുന്ന ദൈവജനം കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ആമേൻ. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. പ്രവർത്തികളുടെ പുസ്തകം 7:20 കാണുന്നത്, ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു, അവന് 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് രാജാവിന്റെ കൽപ്പന എന്ത് ചെയ്തില്ല? ഭയപ്പെട്ടില്ല. ശക്തമായ വിശ്വാസം ഭയത്തെ എന്ത് ചെയ്യുന്നു? അതിജീവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ഭയം എന്ത് ചെയ്യാൻ പോവുക? പുറത്തേക്ക് പോകാൻ പോകുക. ആമേൻ. മത്തായി 8:26, മർക്കോസ് 4:40, പ്രവർത്തികൾ 4:13. വിശ്വാസത്താൽ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ദൃഷ്ടാന്തം ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ കൂടപ്പറപ്പ് തകർന്നു പോകുമെന്നുള്ള ഭീതി നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അടിപ്പിണരുകളാൽ സൗഖ്യമാക്കുന്ന യേശു കർത്താവിനെ വിശ്വസിച്ച് അവനിൽ വിശ്വസിക്കുന്നവർ അവൻ ചെയ്തതിലും അധികം ചെയ്യുമെന്നുള്ള വചനം നീ ഏറ്റെടുത്ത് ഇന്ന് രാത്രി വിശ്വസ്തയോടെ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ അതരത്തിലൂടെ വെളിയിൽ വരുന്ന വാക്കുകളുടെ മുമ്പിൽ രോഗികൾ സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. തകർത്ത് കളയുമെന്ന് ഭീഷണി മുഴക്കിയവരുടെ നടുവില് ഭയം കൂടാതെ വിശ്വാസത്താൽ 3 മാസം ഒളിപ്പിച്ചു വളർത്തിയ മോശ, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി അതേ കഷ്ടം അനുഭവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവവൈതലെ നിന്നിലൂടെ ഒരു കൂട്ടം വിടുവിക്കപ്പെടാൻ പോകുക. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ടുകയും ചെയ്തു. ഇന്ന് രാത്രി അപ്രകാരം കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, അഭിഷക്തനെ, നിന്നിലൂടെ അതേ ദൈവനാമം മഹിമപ്പെടാൻ പോകുക. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പുറപ്പാട് 2:11 മുതൽ 13 വരെയും പ്രവർത്തികളുടെ പുസ്തകം 7:23 മുതൽ 26 വരെയും 40-ാം വയസ്സിൽ മോശ ദൈവത്തിനും മിസ്രയീമിനും മധ്യേ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിൻ തെരഞ്ഞെടുക്കുക എന്നാൽ ലോകത്തിന്റെ അധികാരം, ധനം, സുഖം എന്നിവ തെരഞ്ഞെടുക്കുകയെന്നും ദൈവത്തെ തെരഞ്ഞെടുക്കുക എന്നാൽ ഇവയെല്ലാം ഉപേക്ഷിച്ച് മിസ്രയീമിൽ അടിമകളായിരിക്കുന്ന ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക എന്നത് തെരഞ്ഞെടുക്കുക എന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ലോകത്തിലെ അധികാരം, ധനം, സുഖം എന്നിവ വേണ്ട എന്ന് വെച്ച് ദൈവത്തോടു കൂടെ, ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാരെ മോശയുടെയും അബ്രഹാമിന്റെയും ഹല്ലേലൂയ അതേ നോഹയുടെ ഒക്കെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ദൈവം മുമ്പാകെ വിശ്വസ്തരായിരുന്നത് കൊണ്ട് ദൈവം അവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹ സമ്പൂർണമാക്കി. പ്രൈസ് ദി
പ്രൈസ്തലോ. മോശ ദൈവത്തെ തെരഞ്ഞെടുക്കുകയും മറ്റെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തതായി സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതേ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മോശ ഇത് ചെയ്തത്. പ്രൈസ്തലോ. വസ്തുതകൾക്ക് യഥാർത്ഥ മൂല്യം കൊടുക്കുവാൻ വിശ്വാസം എന്ത് ചെയ്യുന്നു? മനുഷ്യരെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ലോകം തരുന്നതിനേക്കാൾ എത്രയോ വില മതിക്കുന്നതാണ് ഭാവിയിൽ ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അതേ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ചുവട് വെക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ലോക സുഖങ്ങൾ ഉപേക്ഷിക്കുന്നത്, ഫിലിപ്പിയ ലേഖനം 3:7-8 വാക്യങ്ങളിൽ ലോക സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തിന് മോശയുടെ ജീവിതം എന്ത് ചെയ്തിരിക്കുക? ദൃഷ്ടാന്തമായിരിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് സത്യവിശ്വാസം എപ്പോഴും ക്രിസ്തുവിന് വേണ്ടി എല്ലാം ത്യജിക്കുവാൻ തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്. അതിന് തയ്യാറാകാത്തവർ ആണോ താങ്കൾ? ഹല്ലേലൂയ. മറ്റുള്ളവരെ അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും അവർ വേദപുസ്തക പ്രകാരം അതേ ഉള്ള ആ വിശ്വാസം ഇല്ലാത്തവരാണ്. ഹല്ലേലൂയ. അതേ മോശയുടെയും പൗലോസിന്റെയും പാത നിരസിക്കുന്ന ആ ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിക്കാൻ തയ്യാറാകാതെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളോടെയും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും പിന്നാലെ പോകുന്ന വിശ്വാസികളെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ഹല്ലേലൂയ. ഈ മഹാസത്യത്തെ കുറിച്ച് പഠിക്കേണ്ടുന്ന ആവശ്യം അവർക്കുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നിന്ദിതനാകുന്നത് ഈ ലോകത്തിന്റെ ഏത് ധനത്തെക്കാളും മൂല്യമേറിയതാണെന്ന് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, ശേഷം അഭിഷക്തനെ പോലെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കളെ, അവരെ ചേർപ്പാൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആഗതമായി കൊണ്ടിരിക്കുകയാ. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോകം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി എന്ന് ഭക്തന്മാർ പാടിയ പാട്ട് പാടി ആരാധിച്ച് ആ നിത്യതയുടെ തുറമുഖത്തെത്തുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, അതേ 3 തലമുറകളെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും പിതാവ് ഒരുക്കിയ ആ പർദീസയിൽ എത്തുവാനും അബ്രഹാമിനെ അനുവദിച്ച ദൈവം നിന്നെയും അതേ അനുവദിച്ച് മുമ്പോട്ട് നടത്തുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 2:11-12 എബ്രായ ലേഖനം 11:27 അത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശ ചെയ്ത കാര്യങ്ങൾ അത് വെളിച്ചത്ത് വരുമെന്ന് അവൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അത് പുറപ്പാട് 2:14 ഹല്ലേലൂയ. മോശ എന്താണ് ചെയ്തത്? അവൻ ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്നിട്ട് എബ്രായനെ അതെ നശിപ്പിക്കുവാൻ അതെ പ്രബലപ്പെട്ട മിസ്രയീമിനെ അടിച്ചു കൊന്നിട്ട് അവൻ ഓടുകയാ ചെയ്തത്. അവൻ ചെയ്തത് കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്ന് അവൻ എന്ത് ചെയ്യാണ്? ഭയപ്പെടുകയാ. ഇത് ഇസ്രായേൽ മക്കൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുത്തുമെന്ന് താൻ മനസ്സിലാക്കി. ശരിക്കും താൻ തനിക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ ഭയപ്പെട്ടത്. താൻ ഭയം കൊണ്ടല്ല, വിശ്വാസത്താലാണ് മിസ്രയീമിനെ വിട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി യഥാർത്ഥ വിശ്വാസം എപ്പോഴും ദൈവത്തിന്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കും. ദൈവം തന്നോട് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോശ മിസ്രയീമിനെ വിട്ടത്. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവത്തെ അവൻ കണ്ടതുകൊണ്ട് വിശ്വാസത്താൽ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:18 വിശ്വാസം ഒരുവന് ആത്മീയ കാര്യങ്ങൾ കാണുവാൻ കാഴ്ച നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. 11:28 വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരം അവരെ തൊടാതിരിപ്പാൻ പെസകയും ചോരത്തളിയും ആചരിച്ചു. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ പര്യാപ്തം കൊണ്ട് ഞാൻ ഓടിപ്പോകട്ടെ. അതെ 11:28 പുറപ്പാട് 12:1-30 വരെ ഇവിടെ വിശ്വാസവും ദൈവിക ന്യായവിധിയിൽ നിന്നുള്ള ആ വിടുതലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 11-ാം അധ്യായം 30-ാം വാക്യം അത് യോശുവ 6:12-20 വരെ ഇവിടെ വിശ്വാസവും ദൈവിക വാഗ്ദത്തം ചെയ്ത് പ്രാപിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കുന്നു. യോശുവ 1:3, 1 യോഹന്നാൻ 5:14-15, മർക്കോസ് 11:24. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് എബ്രായ ലേഖനം 11:30 വരുമ്പോൾ വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ എന്ത് ചെയ്തു? ഇടിഞ്ഞു വീണു. ഹല്ലേലൂയ. ഇവിടെയെല്ലാം വിശ്വാസത്തിൽ അവർ വിശ്വസ്തരായി ദൈവം പറഞ്ഞതുപോലെ ചെയ്തപ്പോഴാണ് ദൈവം വെച്ചിരുന്ന അവകാശം അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം
വിശ്വാസനാടിനെ നോക്കി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ, ദൈവം വെച്ചിരിക്കുന്ന അവകാശം നേടിയെടുക്കുവാൻ വിശ്വാസത്താൽ അതേ വിശ്വസ്തരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. അതേ ദൈവം നിങ്ങൾക്കായി ചെയ്ത വേലയിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വഴിയിൽ അതേ വരുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുവാനിടയാകണം. ദൈവം എപ്പോഴും തന്റെ വചനം പാലിക്കും. അവൻ നിങ്ങളോട് വിശ്വസ്തതയ്ക്ക് എന്ത് ചെയ്യും? പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചേ എബ്രായലേഖനം 11:6 വായിച്ചേ. 11:6 എബ്രായലേഖനം 11:6 ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുക. വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ അവഗണിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ തെറ്റല്ല വിശ്വാസം. ഹല്ലേലൂയ, അതൊരിക്കലും നിർഭാഗ്യകരമായ ഒന്നല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഹനിക്കുന്ന മാരകമായ ഒരു പാപമാണ് അവിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരുവൻ ദൈവത്തിനും വെളിച്ചത്തിനും പകരം പാപവും അന്ധകാരവും തെരഞ്ഞെടുക്കുന്ന ആന്തരിക പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്, അത് ദൈവപുത്രനെയും ദൈവിക വെളിപ്പാടിനെയും ത്യജിക്കുന്നതാണ്. അത് ആമേൻ, ഹല്ലേലൂയ. ദൈവം അതിന് അർഹമായ ശിക്ഷ നൽകാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായം 11:12 ഹല്ലേലൂയ. അവൻ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ഹല്ലേലൂയ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. എബ്രായലേഖനം 3:11-12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. 40 ആണ്ട് ആരോട് ക്രോധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇന്ന് രാത്രി വിശ്വസ്തരായിരിക്കേണ്ടതിന് പകരം അവിശ്വസ്തത കാട്ടി ആമേൻ അനുസരണക്കേട് കാണിക്കുന്നവരുടെ ഏവരുടെയും അവസാനം ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആമേൻ കുടുംബത്തിൽ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, മക്കൾ അപ്പനമ്മമാരോട്, മരുമക്കൾ അമ്മായിമ്മമാരോട്, അമ്മായിമ്മ മരുമക്കളോട് ആമേൻ ഏത് മേഖലയിലും വിശ്വസ്തതയോടെ അതേ അനുസരണത്തോടെ നിന്നില്ല എങ്കിൽ ആമേൻ ലോകത്തിന്റെ അവസാനം എത്തിക്കൊണ്ടിരിക്കുകയാ, കൈവിടപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, വിംബാരാധികൾ എന്നിവർക്ക് ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയും അത്രേ. അത് 2ാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം 2 കാര്യങ്ങൾ സത്യമെന്ന് അംഗീകരിക്കുന്നു. അത് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം നിലനിൽക്കുന്നു എന്നും ഹല്ലേലൂയ ആവശ്യബോധത്തോടെ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നാണ്. ഹല്ലേലൂയ. 1-ാം വാക്യത്തിന്റെ 2 തലങ്ങൾ ഇവിടെ കാണുന്നു. അദൃശ്യമായത് ഒന്ന് ദൈവം, ഹല്ലേലൂയ. 2 ഭാവി പ്രതിഫലം. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുത്തിയ ഈ 2 സത്യങ്ങളും വിശ്വാസവും അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാനില്ലാതെ ഒരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ തന്റെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല.
ഹല്ലേലൂയ. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാ യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. പ്രൈസ് ദി ലോർഡ്. മറുവശത്ത് ധനികരാകാൻ തിടുക്കൻ കാട്ടുന്നവരെല്ലാത്തരം കുഴപ്പങ്ങളിലും അകപ്പെടും. കാരണം അവർ ദൈവത്തെക്കാൾ ആമേൻ മുന്നോട്ട് പോയി അവര് ധനികന്മാരാകുവാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ സമ്പർക്ക മേഖലയിലും നിങ്ങളെ അനുകരിക്കുന്ന അനേകർക്കും വലിയ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ വിധേയപ്പെടുത്തുവാൻ എത്ര പേര് തയ്യാറാകും? കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിന് മുമ്പാകെ വിശ്വസ്തരായി ജീവിക്കുവാൻ, സമർപ്പിക്കപ്പെടുന്നവരെ അനുഗ്രഹം സമ്പൂർണ്ണമാക്കുവാൻ ദൈവം ശക്തരാണ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. അപ്പാ പിതാവേ, വിശ്വസ്തതയെക്കുറിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ, തീർച്ചയായും ഹല്ലേലൂയ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും വിശ്വസ്തരായി ജീവിക്കുവാൻ ആവശ്യമായ ദൈവിക കൃപയും ദൈവിക അഭിഷേകവും എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളിലും വിശ്വസ്തരായിരിക്കുവാൻ കുടുംബത്തിൽ, തലമുറയിൽ, കൂടപ്പുറപ്പിൽ വിശ്വസ്തരായിരിക്കാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. ഇന്ന് രാത്രിയിൽ തലകളെ വടക്കിയിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തിരുനാമ മഹത്വത്തിനു വേണ്ടി പകരുന്ന എല്ലാ ആലോചനകളുടെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവിട്ടു പോകാതെ പ്രത്യാശയോടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അന്ത്യത്തോളം വിശ്വസ്തരായി നിൽപ്പാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ, പുത്ര, പരിശുദ്ധാത്മാവിൻ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. കർത്താവെ, ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളയുവാൻ ഭീഷണിയുള്ള നാട്ടിൽ മോശ വളർന്നതുപോലെ കർത്താവെ, കൊന്നുകളയുമെന്ന്, തകർത്ത് കളയുമെന്ന് ഭീഷണി മുഴക്കുന്നവരുടെ മുമ്പിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പം വൈകിയാണ് തുടങ്ങിയത്, അതുകൊണ്ട് നിർത്തുവാനും അല്പം വൈകിയിരിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹദീനം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് തിരുനാമ മഹത്വത്തിനായി സ്നേഹദീനം പ്രയർ ഫാമിലിയിൽ കണ്ടുമുട്ടും വരെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.